Hello everyone. Hello. So let's crack KASലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ജോഗ്രഫി എന്ന സബ്ജക്റ്റിനെ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ മുൻപത്തെ കുറച്ച് വീഡിയോസിലായിട്ട് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി മാറ്റേഴ്സ് ഔട്ട്സൈഡ് എർത്ത്, അതായത് എർത്തിന് പുറത്തുള്ള സോളാർ സിസ്റ്റത്തിൻ്റെ മറ്റ് മാറ്റേഴ്സിൻ്റെ ബേസിലായിരുന്നു നമ്മൾ കഴിഞ്ഞ 2 ദിവസത്തെ ഡിസ്കഷൻസ് പോയിക്കൊണ്ടിരിക്കേണ്ടായത്. സോ അതിൽ വി ഡിസ്കസ് റിഗാർഡിങ് ദി ഒറിജിൻ ഓഫ് യൂണിവേഴ്സിൻ്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് നോക്കി, ഗാലക്സീസ് എന്താണെന്ന് പഠിച്ചു, സ്റ്റാർസിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് പഠിച്ചിരുന്നു, സ്റ്റാർസിൽ നമ്മൾ സണ്ണിനെ പറ്റി കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പഠിച്ചിരുന്നു, ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ദി സൺ, ഇൻറ്റീരിയർ ലെയർ ആൻഡ് ദി അറ്റ്മോസ്ഫിയർ ഓഫ് സൺ എന്നുള്ള ടോപ്പിക്ക് പഠിച്ചിരുന്നു. അതിനുശേഷം പ്ലാനറ്റ്സ്, ദെൻ സെലസ്റ്റിയൽ ബോഡീസ് ആയ ആസ്ട്രോയിഡ് ബെൽറ്റ്, ക്യൂപ്പർ ബെൽറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ പറ്റി പഠിച്ചിരുന്നു. അതിനുശേഷം വി ഹാഡ് എ സ്മോൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, അല്ലേ? അതിന് ആ ഒരു പ്രിലിംസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ KS പോയിന്റ് ഓഫ് വ്യൂവിൽ സോളാർ സിസ്റ്റത്തിൽ വരാൻ സാധ്യതയുള്ള പ്രിലിംസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് നമ്മൾ നോക്കിയായിരുന്നു. ആൻഡ് നൗ ഹിയർ വി വിൽ ബി സ്റ്റഡിങ് റിഗാർഡിങ് ദി ഇൻറ്റീരിയർ ഓഫ് എർത്ത്. ഓക്കെ, നമ്മൾ എർത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ടോപ്പിക്കാണ് നോക്കുവാൻ പോകുന്നത്. എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റിയിട്ട് ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ടോപ്പിക്കാണ്. അതായത് KS എക്സാമിനേഷനും അതേപോലെ തന്നെ മറ്റുള്ള PSCയുടെ ഏത് എക്സാമിനേഷൻ ആയാലും സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഇൻറ്റീരിയർ ഓഫ് എർത്ത് എന്നുള്ളത്. സോ അതിൻ്റെ ബേസിലുള്ള ചോദ്യങ്ങൾ ഇതിനു മുമ്പും പല എക്സാംസിലും ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വി നീഡ് ടു സ്റ്റഡി ദം കെയർഫുള്ളി. എന്നാൽ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി ഒരുപാട് ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യവുമില്ല. സോ വി ജസ്റ്റ് സെറ്റ്, അതായത് നമുക്ക് ആ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേണ്ട കാര്യങ്ങളെ മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. So that's how this session is going to go. So we'll be starting with the interior of Earth. അപ്പോൾ ഇൻറ്റീരിയർ ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ വളരെ ബേസിക്കലി ഫ്രം ദ സ്കൂൾ ഡേയ്സ് നമ്മൾ സ്കൂളുകളിൽ തന്നെ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ നമുക്ക് 3 ലെയേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മൾ സ്കൂൾ തൊട്ടേ പഠിക്കേണ്ടത്. വി ക്യാൻ ഡിവൈഡ് ദ എർത്ത് ഇൻറ്റീരിയർ ടു 3 ലെയേഴ്സ്, അല്ലേ? ആ 3 ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്രസ്റ്റ് ആണ്, ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഇസ് ദ ക്രസ്റ്റ്. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് മാൻറ്റിൽ ആണ്, MANTLE, ആൻഡ് ദ തേർഡ് വൺ ഈസ് കോർ. എന്നിങ്ങനെ 3 ലെയേഴ്സ് ആയിട്ട് എർത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിക്കും. അപ്പോൾ ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ, ഇതിനെപ്പറ്റി ഒരു ബേസിക് ധാരണ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ആ എർത്തിൻ്റെ ഇൻറ്റീരിയറിലെ ലെയറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, എർത്തിൻ്റെ റേഡിയസ് എത്രയാണ്? അതായത് ടോട്ടൽ എർത്ത് ഒരു ജിയോയിഡായി കണക്കാക്കുമ്പോൾ എർത്തിൻ്റെ സെൻറ്റർ തൊട്ട് എർത്തിൻ്റെ സർഫസ് വരെയുള്ള ദൂരം. അപ്പോൾ എർത്തിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അറൌണ്ട് 6400 കിലോമീറ്റേഴ്സ്, അതായത് 6400 കിലോമീറ്ററോളാണ് എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് കോറിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ 6400 കിലോമീറ്റർ സഞ്ചരിക്കണം. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ എത്രത്തോളം താഴ്ചയിലേക്ക് ഇതുവരെ കുഴിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്രത്തോളം ഡിഗ് ചെയ്ത് പോയിട്ടുണ്ടാവും? ഇറ്റ്സ് മിയർലി ഫ്യൂ കിലോമീറ്റേഴ്സ്, വളരെ കുറച്ച് കിലോമീറ്റേഴ്സ് മാത്രമേ നമ്മളിതിങ്ങനെ താഴത്തേക്ക് എർത്തിന് കുഴിച്ച് നമ്മൾ ഡിഗ് ചെയ്ത് താഴേക്ക് പോയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരമേ നമ്മൾ പോയിട്ടുള്ളൂ എങ്കിൽ എങ്ങനെയാണ് ഈ 6400 കിലോമീറ്ററോളം ഡെപ്ത് ഉള്ള എർത്തിനെ പറ്റിയിട്ട് നമുക്ക് ഇന്നും ഒരു വ്യക്തമായ ധാരണ കിട്ടുന്നത് എങ്ങനെയാണ്? അതായത് ഇവിടെ ഒരു ക്രസ്റ്റ് ഉണ്ട്, മാൻറ്റിൽ ഉണ്ട്, കോർ ഉണ്ട്, കോറിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ പറയുന്നത് കോറിലേക്ക് നമ്മൾ ഇതൊരു ഡിഗ് ചെയ്ത് പോയതുകൊണ്ടല്ല, വേറെ പല സോഴ്സുകളും വെച്ചിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ സ്റ്റഡിങ് റിഗാർഡിങ് ദി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിങ് എർത്ത് ഇൻറ്റീരിയർ. എർത്തിൻ്റെ ഇൻറ്റീരിയറെ പറ്റി നമുക്ക് വിവരം തരുന്ന സോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. സോ വിൽ സ്റ്റാർട്ട് ഡയറക്ട്ലി അബൌട്ട് ദാറ്റ് ദ സോഴ്സസ് വിച്ച് ഈസ് ഗിവിംഗ് അസ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് എർത്ത് ഇൻറ്റീരിയർ. അപ്പോൾ അത്തരത്തിൽ എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി നമുക്ക് വിവരം തരുന്ന സോഴ്സുകളെ, ഓക്കെ, ദ സോഴ്സസ്, അതിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ഇൻ ടു 2. വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു ഡയറക്റ്റ് സോഴ്സസ് ആൻഡ് ഓൾസോ ഇൻഡയറക്റ്റ് സോഴ്സസ്. നമുക്ക് 2 ആയി ഡിവൈഡ് ചെയ്യാം, ഡയറക്റ്റ് സോഴ്സുകളും ഇൻഡയറക്റ്റ് സോഴ്സുകളും. സോ വിൽ സി, നമുക്ക് നോക്കാം എന്താണ് ഡയറക്റ്റ്, എന്താണ് ഇൻഡയറക്റ്റ് എന്ന് നോക്കാം. ഓക്കെ, സോ ഡയറക്റ്റ്, ആ വാക്ക് പറയുന്ന പോലെ തന്നെ നമുക്ക് എർത്തിൻ്റെ ഇൻറ്റീരിയറെ പറ്റിയുള്ള വിവരം നേരിട്ട് നൽകുന്ന സോഴ്സുകളെ, അതായത് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ വേണം, എന്നിരുന്നാലും ഇറ്റ് ഈസ് ഗിവിങ് സംതിങ് ഡയറക്ട്ലി. അതായത് എർത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റോക്ക് പുറത്തേക്ക് വരികയാണെങ്കിൽ ആ റോക്കിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ഏകദേശം എർത്തിൻ്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതൊരു ഡയറക്റ്റ് സോഴ്സ് ആണ്. അത്തരത്തിൽ ഡയറക്റ്റ് ഇൻഫർമേഷൻ തരുന്നവരെയാണ് നമ്മൾ ഡയറക്റ്റ് സോഴ്സ് ആയിട്ട് ഉൾപ്പെടുത്തുന്നത്. 2 ഡയറക്റ്റ് സോഴ്സുകളാണുള്ളത്. ഒന്ന് റോക്സ് ഫ്രം മൈനിങ് ഏരിയ ആൻഡ് സെക്കൻഡ് വൺ ഈസ് വോൾക്കാനിക് ഇറപ്ഷൻസ്. അതായത് നമ്മൾ മൈനിങ് എന്നൊരു പ്രോസസ്സ് ഉണ്ട്, നമ്മൾ ഖനനം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ദൂരം ഡിഗ് ചെയ്ത് താഴെ നിന്നാണ് എടുക്കുന്നത്, അല്ലെ? കുറേ മിനറൽസ് ഒക്കെ നല്ല ഡെപ്തിലായിരിക്കും കിടക്കുന്നുണ്ടാവുക.
അപ്പോൾ അവിടെ നിന്നുള്ള റോക്സ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ബേസിക്കലി അത്രയും ഡെപ്തിൽ എന്താണ് സംഭവിക്കുന്നത്, ആ റോക്കുകളെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ, ആ റോക്കിന്റെ ടെക്സ്ചർ, ആ റോക്കിന്റെ ഹാർഡ്നെസ് പോലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു ഡെപ്തിൽ എന്താണ് എർത്തിന്റെ ഇന്റീരിയറിന്റെ അവസ്ഥ എന്നൊരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ട്രെൻഡ്, ഓരോ റോക്ക് ഓരോ ലെവലിൽ നമ്മൾ താഴേക്ക് പോകുമ്പോൾ റോക്കുകൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കുമ്പോൾ പിന്നീട് താഴേക്ക് പോകുമ്പോഴും എന്തൊക്കെയാണ് ഉണ്ടാവുന്ന അസംഷൻ നമുക്ക് എടുക്കുവാൻ പറ്റും. സോ റോക്സ് ഫ്രം മൈനിങ് ഏരിയ ഇസ് വൺ ഓഫ് ദി ഡയറക്ട് സോഴ്സ്. രണ്ട്, വോൾക്കാനിക് ഇറപ്ഷൻസ്. എന്താണ് വോൾക്കാനോസ്? അഗ്നിപർവ്വതങ്ങൾ അല്ലെ. അപ്പോൾ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി എർത്തിന്റെ ഇന്റീരിയറിൽ ഉള്ള ലാവ അല്ലെങ്കിൽ മാഗ്മ, ഓക്കെ, എർത്തിന്റെ ഇന്റീരിയറിൽ വരുന്ന ലാവ അല്ലെങ്കിൽ മാഗ്മ ഒരു പെർട്ടിക്കുലർ വെന്റിൽ കൂടെ പുറത്തേക്ക് വരുന്നതാണ് എന്ത്, ഈ പറയുന്ന വോൾക്കാനിക് ഇറപ്ഷൻ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വെന്റിലൂടെ പുറത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ എർത്തിന്റെ ഇന്റീരിയറിൽ ഒരു വസ്തു എർത്തിന്റെ സർഫസിലേക്ക് നാച്ചുറലി വരികയാണ്. അപ്പോൾ നമുക്ക് ഈ മാഗ്മ എർത്തിൽ വന്ന് സോൾഡിഫൈ ചെയ്യും അല്ലെ, ആ മാഗ്മ തണുത്ത് കഴിയുമ്പോൾ സോൾഡിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് ആ സോൾഡിഫൈ ചെയ്ത് കിട്ടുന്ന ലാവ അല്ലെങ്കിൽ മാഗ്മയെ പറ്റി നമ്മൾ കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു പ്രൊവൈഡ് us ഇൻഫർമേഷൻ റിഗാർഡിംഗ് എർത്ത് ഇന്റീരിയർ. കാരണം ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ രണ്ടെണ്ണമാണ് എന്താ ഡയറക്ട് സോഴ്സുകൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക. ഒന്ന് റോക്സ് ഫ്രം മൈനിങ് ഏരിയാസ്, രണ്ട് വോൾക്കാനിക് ഇറപ്ഷൻസ് എന്നുള്ളത്. ഇതാണ് ഡയറക്ട് സോഴ്സസ്. ഇനി ഇൻഡയറക്ട് സോഴ്സുകൾ നോക്കുകയാണെങ്കിൽ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ദേ ആർ ഇൻഡയറക്ട്ലി ഗിവിംഗ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് എർത്ത് ഇന്റീരിയർ. ഡയറക്ട്ലി അല്ല, ഇൻഡയറക്ട്ലി ആണ് എർത്തിന് ഇന്റീരിയറെ പറ്റി നമുക്ക് വിവരം തരുന്നത്. അപ്പോൾ നമുക്ക് ആ ഇൻഡയറക്ട് സോഴ്സസ് നോക്കാം. സോ ഇൻഡയറക്ട് സോഴ്സസ്, അതിൽ ഒന്നാമത് പറയുന്നത് by analyzing the rate of change of temperature and pressure from the surface towards the interior. അതായത് നമ്മൾ ഡീപ്പ് വെൽസിലോ അല്ലെങ്കിൽ മൈനിങ്ങിനോ വേണ്ടി കുഴിക്കുമ്പോൾ, ഓക്കെ, ഇവിടെ മൈനിങ്ങിന് വേണ്ടി എടുത്തൊരു കുഴിയാണെന്ന് വിചാരിക്കുക, നല്ല ഡെപ്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ താഴേക്ക് പോകും തോറും എങ്ങനെയാണ് ടെമ്പറേച്ചർ അതേപോലെ പ്രഷർ പോലെയുള്ള ക്യാരക്ടേഴ്സിൽ മാറ്റം വരുന്നത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു പ്രൊവൈഡ് സം ഇൻഫർമേഷൻ. അത് താഴേക്ക് വരുമ്പോൾ ഇത്ര കിലോമീറ്റർ ഇത്ര ടെമ്പറേച്ചർ വെച്ച് കൂടുന്നു, അല്ലെങ്കിൽ ഇത്ര ഡെപ്ത് വരെ ഈ ഒരു റേറ്റിലാണ് പ്രഷറിൽ വ്യത്യാസം വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ബേസിക്കലി വി ക്യാൻ ഡു സം കാൽക്കുലേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ഓർ ടു അനലൈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അത് അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എർത്ത് ഇന്റീരിയറെ പറ്റി കുറച്ച് ഡേറ്റ കിട്ടുന്നുണ്ടാവും. രണ്ട്, മീറ്റിയോഴ്സ്. ഓക്കെ, നമ്മൾ ആ സോളാർ സിസ്റ്റത്തിൽ പറഞ്ഞപ്പോൾ മീറ്റിയോഴ്സ് എന്താണെന്ന് പറഞ്ഞിരുന്നു. മീറ്റിയോഴ്സ് എന്ന് പറഞ്ഞാൽ ഉൽക്കകൾ. എന്താണ് ഉൽക്കകൾ? അതായത് മറ്റു പ്ലാനറ്റ്സിന്റെയോ ആസ്ട്രോയിഡ്സിന്റെയോ റിമെയിൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് എർത്തിന്റെ അടുത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവരെ നമ്മൾ പറയുന്ന പേരാണ് മീറ്റിയോറോയിഡ്. അവർ എർത്തിന്റെ സർഫസിലേക്ക് അല്ലെങ്കിൽ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കടന്നു കഴിയുമ്പോൾ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ഈ പറയുന്ന പാർട്ടിക്കിൾസിലേക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയും അതിന്റെ റിസൾട്ട് ആയിട്ട് ഈ റോക്ക് പാർട്ടിക്കിൾസ് ബേൺ ചെയ്യാൻ തുടങ്ങുകയും കത്തുവാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിനെ മീറ്റിയോർ എന്ന് വിളിക്കും. നമ്മൾ ആകാശത്ത് ഇങ്ങനെ ഉൽക്കകൾ കത്തിപ്പോകുന്ന കാണുന്നത് എന്തുകൊണ്ടാണ്? അറ്റ്മോസ്ഫിയർ ഈ പറയുന്ന മീറ്റിയോറോയിഡിൽ വെൻ അപ്ലൈയിങ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഒട്ടുമിക്ക മീറ്റിയോഴ്സും അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ കത്തിത്തീരുകയാണ് ചെയ്യുക. പക്ഷെ എന്നിരുന്നാലും ചിലത് മാത്രം അറ്റ്മോസ്ഫിയറിൽ വെച്ച് കംപ്ലീറ്റ്ലി ബേൺ ആവാതെ ഇറ്റ് വിൽ ഫോൾ ഓൺ ടു ദ എർത്ത് സർഫസ്, എർത്തിന്റെ സർഫസിലേക്ക് വീഴും. ഓക്കെ, അവരെ നമ്മൾ മീറ്റിയോറൈറ്റ് എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ എർത്തിന്റെ സർഫസിലേക്ക് വീഴുന്ന അവരെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് എർത്തിന്റെ ഇന്റീരിയറെ പറ്റി കുറച്ച് വിവരം കിട്ടും. അതെങ്ങനെയാണ്? കാരണം ഒരു സെലസ്റ്റിയൽ ബോഡി അല്ലെങ്കിൽ പുറത്ത് സ്പേസിൽ സഞ്ചരിക്കുന്ന ഒരു ബോഡിയുടെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എർത്തിന്റെ ഇന്റീരിയറെ പറ്റി വിവരം കിട്ടുക? കാരണം നമ്മൾ എർത്തിന്റെ ഫോർമേഷനെ പറ്റി പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ യൂണിവേഴ്സിലെ സമയത്ത് ഫോർമേഷനെ പറ്റി നമ്മൾ പറഞ്ഞു ഒന്നാണ് ബിഗ് ബാങ് തിയറി അല്ലെ, ഒരു വലിയ പൊട്ടിത്തെറിയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ പൊട്ടിത്തെറി എന്ന് പറയുമ്പോൾ എർത്ത് ഉണ്ടായ സോഴ്സും ഈ പറഞ്ഞ മീറ്റിയോർ ഉണ്ടായ സോഴ്സും ഏകദേശം സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മീറ്റിയോറിനെ പറ്റി പഠിക്കുമ്പോൾ വി വിൽ ഗെറ്റ് എൻ ഐഡിയ വാട്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ദാറ്റ് എർത്ത് ഈസ് മേഡ് അപ്പ് ഓഫ്. അപ്പോൾ അങ്ങനെ മീറ്റിയോർസ് നമുക്ക് പറയാം. അടുത്തത് ഗ്രാവിറ്റേഷൻ, വിച്ച് ഇസ് ഗ്രേറ്റർ നിയർ പോൾസ് ആൻഡ് ലെസ്സർ അറ്റ് ദി ഇക്വേറ്റർ. അതായത് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വേരിയേഷൻ, അതായത് പോൾസിൽ പൊതുവെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലും ഇക്വേറ്ററിൽ പൊതുവെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറവാണല്ലോ. ഇപ്പൊ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് വേണ്ടി നമുക്ക് ഫിസിക്സിൽ പഠിക്കുന്ന ഒരു ഫോർമുല ഉണ്ട്. എന്താണ്? Gm/r², അല്ലെ? G കോൺസ്റ്റന്റ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, മാസ് ഓഫ് എർത്ത്, മാസ് ഓഫ് ദ ബോഡി ആൻഡ് ദി റേഡിയസ് ഓഫ് എർത്ത് എന്ന രീതിയിൽ. അപ്പോൾ ഓരോ സ്ഥലത്തേക്കും ഡിഫറെന്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വരുന്നതെങ്കിൽ ആ സ്ഥലങ്ങളിലേക്കുള്ള ആക്ഷനും വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് എർത്ത് ഇന്റീരിയറെ പറ്റി ഒരു വിവരം കിട്ടും. നെക്സ്റ്റ്, ദ ഗ്രാവിറ്റി അനോമലി, which is the change in gravity value according to the mass of the material, gives us information about the materials in the Earth's interior. അതായത് ഓരോ ഒബ്ജക്റ്റിന്റെയും മാസിൽ വ്യത്യാസം വരുന്നതനുസരിച്ചിട്ട്
ഓരോ ഒബ്ജക്റ്റിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വ്യത്യാസം വരുമ്പോൾ അതും നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് മാഗ്നറ്റിക് സോഴ്സസ്, എർത്തിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന മാഗ്നറ്റിക് സോഴ്സസ് അല്ലെങ്കിൽ എർത്തിന്റെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, നമ്മൾ പറയുമല്ലോ നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്, എർത്തിന് സ്വന്തമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന്. സോ അത് ഒരു ഇൻഡയറക്റ്റ് സോഴ്സ് ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് സീസ്മിക് വേവ്സ്. സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എർത്ത് ക്വേക്കിന്റെ സമയത്ത്, ഭൂമി കുലുക്കത്തിന്റെ സമയത്ത് എനർജി റിലീസ്ഡ് ആവുന്നത്, അതായത് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് എനർജി റിലീസ് ആവുമ്പോൾ ഭൂമി കുലുങ്ങുന്നു. അതാണ് ബേസിക്കലി എർത്ത് ക്വേക്കിന്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ അങ്ങനെ ഭൂമി കുലുങ്ങുന്ന സമയത്ത് ഈ എനർജി റിലീസ് ചെയ്യുന്നത് വേവിന്റെ ഫോമിലാണ്. ഓക്കെ, വേവ്സിന്റെ ഫോമിലാണ് എനർജി റിലീസ് ഉണ്ടാവുക. അപ്പോൾ ആ എർത്ത് ക്വേക്കിന്റെ സമയത്ത് ഉണ്ടാകുന്ന വേവ്സ് അല്ലെങ്കിൽ ആ എനർജി റിലീസ് ചെയ്യുന്ന വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സീസ്മിക് വേവ്സ് എന്ന് പറയുക. അപ്പോൾ ഈ സീസ്മിക് വേവ്സിൽ രണ്ട് ടൈപ്പ് ഓഫ് സീസ്മിക് വേവ്സ് ഉണ്ട്. ഓക്കെ, സീസ്മിക് വേവ്സ് വി ക്യാൻ ഡിവൈഡ് ഇൻടു ടു ടൈപ്സ്. ഒന്ന് ബോഡി വേവ്സ്, മറ്റൊന്ന് സർഫസ് വേവ്സ്. അതായത് ഈ സീസ്മിക് വേവ്സ് എർത്തിന്റെ ഇന്റീരിയറിൽ കൂടെ അല്ലെങ്കിൽ എർത്തിന്റെ ബോഡിയിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ബോഡി വേവ്സ് എന്നും, നേരെ മറിച്ച് അത് എർത്തിന്റെ സർഫസ് എത്തിക്കഴിയുമ്പോൾ അതിനെ സർഫസ് വേവ്സ് എന്നും നമ്മൾ പറയാറുണ്ട്. ഈ ബോഡി വേവ്സിന് വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ബോഡി വേവ്സ് ക്യാൻ ബി അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു പി വേവ്സ് അഥവാ പ്രൈമറി വേവ്സ് ആൻഡ് എസ് വേവ്സ് അഥവാ സെക്കൻഡറി വേവ്സ്. അപ്പോൾ പി വേവ്സും എസ് വേവ്സും തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ നമ്മൾ എർത്ത് ക്വേക്ക് എന്നുള്ള ടോപ്പിക്കിൽ ഡീറ്റെയിൽഡ് പഠിക്കുന്നുണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. പി വേവ്സ് അല്ലെങ്കിൽ പ്രൈമറി വേവ്സും സെക്കൻഡറി വേവ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈമറി വേവ്സിന് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഈ മൂന്ന് മീഡിയത്തിൽ കൂടെയും ട്രാവൽ ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ട്രാവൽ ത്രൂ ഓൾ ദ മീഡിയംസ്. നേരെ മറിച്ച് സെക്കൻഡറി വേവ്സ് ആണെങ്കിൽ അതിന് സോളിഡ് മീഡിയത്തിൽ കൂടെ മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈമറി വേവ്സിന് മൂന്ന് മീഡിയവും സോളിഡ്, ലിക്വിഡ്, ഗ്യാസും കൂടെ ട്രാവൽ ചെയ്യാം. സെക്കൻഡറി വേവ്സിന് ഇറ്റ് ക്യാൻ ട്രാവൽ ഓൺലി ത്രൂ സോളിഡ്, നോട്ട് ത്രൂ ലിക്വിഡ് മീഡിയം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വെൻ ഇറ്റ് ഇസ് മൂവിങ് ലൈക്ക് ദാറ്റ്, നമ്മൾ ഈ സീസ്മിക് വേവ്സിനെ പറ്റി പഠിക്കുമ്പോൾ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായി കഴിയുമ്പോൾ ഒരുപാട് റീജിയനിലേക്ക് നമുക്ക് പി വേവ്സ് കിട്ടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായി കഴിയുമ്പോൾ ഒരുപാട് റീജിയനിലേക്ക് പി വേവ്സ് കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കാം? പി വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ്, ലിക്വിഡ് മീഡിയത്തോടെ സോളിഡ്, ലിക്വിഡ് ഗ്യാസ് കൂടെ ട്രാവൽ ചെയ്യുമെങ്കിലും നമുക്ക് കുറെ സ്ഥലത്ത് കിട്ടുന്നില്ല. നേരെ മറിച്ച് എസ് വേവ്സ് ആണെങ്കിൽ പി വേവ്സ് കിട്ടാത്തതിനേക്കാൾ കൂടുതൽ സ്ഥലത്തേക്ക് എസ് വേവ്സ് കിട്ടുന്നില്ല. അതായത് നമുക്ക് എവിടെയാണോ ഈ വേവ്സ് കിട്ടാത്തത് അതിനെയാണ് നമ്മൾ ഷാഡോ സോൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പി വേവ്സിന് ഒരു ഷാഡോ സോൺ ഉണ്ട്, എസ് വേവ്സിന് അതിനും വലിയ ഷാഡോ സോൺസ് ഉണ്ട്. അപ്പോൾ അതിനർത്ഥം എർത്തിന്റെ ഇന്റീരിയറിൽ എവിടെയോ ലിക്വിഡ് സ്റ്റേറ്റിൽ മാറ്റർ ഉണ്ടെന്നും അതുകൊണ്ടാണ് എസ് വേവ്സ് കൂടുതൽ ദൂരം കിട്ടാത്തതെന്നും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പി വേവ്സ് ലിക്വിഡിൽ കൂടെ ട്രാവൽ ചെയ്യുമെങ്കിലും അവർ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ റിഫ്രാക്റ്റഡ് ആകുകയും അതിന്റെ റിസൾട്ടായിട്ട് നമുക്ക് പി വേവ്സ് ബേസിക്കലി ചില സ്ഥലത്ത് കിട്ടുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനർത്ഥം എർത്തിന്റെ ഇന്റീരിയറിൽ എവിടെയൊക്കെയോ ലിക്വിഡ് സ്റ്റേറ്റിലെ മെറ്റീരിയൽസ് ഉണ്ട് എന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് നമ്മൾ ഈ സീസ്മിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സീസ്മിക് വേവ്സ് ക്യാൻ ബി ഓൾസോ കൺസിഡർ ആസ് ആൻ ഇൻഡയറക്റ്റ് സോഴ്സ്. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് സോഴ്സ് ആൻഡ് ഇൻഡയറക്റ്റ് സോഴ്സ് റിഗാർഡിംഗ് എർത്ത് ഇന്റീരിയർ. ഓക്കെ, അപ്പോൾ ആ ഡയറക്റ്റ് സോഴ്സ്, ഇൻഡയറക്റ്റ് സോഴ്സ് ഏതൊക്കെ കണ്ടുപിടിക്കുക. പൊതുവെ ഡയറക്റ്റ് സോഴ്സ് പറയുമ്പോൾ രണ്ടെണ്ണമാണ് പൊതുവെ NCERT-യിലും എല്ലാം കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് റോക്സ് ഫ്രോം മൈനിങ് ഏരിയ, മറ്റൊന്ന് വോൾക്കാനിക് ഇറപ്ഷൻ. നേരെ മറിച്ച് ഇൻഡയറക്റ്റ് സോഴ്സ് ആണെങ്കിൽ ഒരു 4-5 ഉണ്ട്. സോ ആ 2 പഠിച്ചു കഴിഞ്ഞാൽ അത് ബേസിക്കലി എളുപ്പമായിരിക്കും. കാരണം പിന്നീട് വരുന്നതെല്ലാം ഇൻഡയറക്റ്റ് സോഴ്സ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതിയാകും. സോ these are the important sources of information regarding Earth's interior. എർത്തിന്റെ ഇന്റീരിയറിനെ പറ്റി പഠിക്കുവാനുള്ള ഇമ്പോർട്ടൻറ്റ് സോഴ്സുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയും സോഴ്സുകൾ വെച്ചിട്ട് നമ്മൾ എന്താണ് എർത്തിന്റെ ഇന്റീരിയറിനെ പറ്റി മനസ്സിലാക്കി വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, we will see the details regarding Earth's interior. Okay. സോ എർത്തിന്റെ ഇന്റീരിയറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ആ ഫിഗറിലേക്ക് പോകുന്നതിന് ജസ്റ്റ് മുൻപായിട്ട് നമ്മൾ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എർത്തിന്റെ ലെയേഴ്സ് ഡിവിഷൻ, ഇത് എർത്തിന്റെ ഒരു ലെയർ നമ്മൾ കട്ട് ചെയ്തെടുത്തതാണെങ്കിൽ വി സേ ദാറ്റ് എർത്ത് ലെയേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3 അല്ലെ, 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് 3 ഒന്ന് ക്രസ്റ്റ്, മറ്റൊന്ന് മാന്റിൽ, മൂന്നാമത് കോർ. ഓക്കെ, ക്രസ്റ്റ്, മാന്റിൽ, കോർ. അപ്പോൾ ഈ ക്രസ്റ്റ്, മാന്റിൽ, കോർ എന്ന ആ ഒരു ബേസിക് ക്ലാസിഫിക്കേഷനെ ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണ്.
അതായത് നമ്മുടെ ക്രസ്റ്റിനെ ഐ എം ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു crust I am dividing it into upper crust and lower crust. It is divided into upper crust and lower crust. Mantle we are dividing into upper mantle, lower mantle, and core we are dividing into outer core, inner core. അതായത് എർത്തിന്റെ ആ ക്രസ്റ്റ് മാന്റിൽ കോർ എന്നുള്ള ബേസിക് ക്ലാസിഫിക്കേഷനിൽ ഓരോ ലെയറിനെയും ഞാൻ വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് ക്രസ്റ്റിനെ അപ്പർ ക്രസ്റ്റ്, ലോവർ ക്രസ്റ്റ്, മാന്റിലിനെ അപ്പർ മാന്റിൽ, ലോവർ മാന്റിൽ, കോറിനെ ഔട്ടർ കോർ, ഇന്നർ കോർ. അപ്പോൾ ആ രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം, അതായത് ക്രസ്റ്റിനോട് ചേർന്നിട്ട് താഴെ ബ്രാക്കറ്റിൽ സിയാൽ എന്ന് എഴുതിയിട്ടുണ്ട്, SIAL. മാന്റിലിനോട് ചേർന്നിട്ട് അവിടെ സീമ എന്ന് എഴുതിയിട്ടുണ്ട്, SIMA. കോറിനോട് ചേർന്നിട്ട് നൈഫ്, NIFE, നൈഫ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ക്രസ്റ്റ് ഈസ് മേജർലി മേഡപ്പ് ഓഫ് സിലിക്ക പ്ലസ് അലുമിനിയം. അതാണ് സിയാൽ. ക്രസ്റ്റ് ഈസ് മേജർലി മേഡപ്പ് ഓഫ് സിലിക്ക പ്ലസ് അലുമിനിയം. അതുകൊണ്ടാണ് നമ്മൾ സിയാൽ എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് മാന്റിൽ ഇറ്റ് ഈസ് മേജർലി മേഡപ്പ് ഓഫ് സിലിക്ക പ്ലസ് മെഗ്നീഷ്യ. സിലിക്ക പ്ലസ് മെഗ്നീഷ്യ. അതുകൊണ്ടാണ് നമ്മൾ സീമ എന്ന് വിളിക്കുന്നത്. കോർ ഈസ് മേജർലി മേഡപ്പ് ഓഫ് നിക്കൽ പ്ലസ് അയൺ. അയൺ എന്ന് പറയുമ്പോൾ ഫെറസ്. അതാണ് നൈഫ്, NIFE എന്ന് വിളിക്കാൻ കാരണം. സോ അവരുടെ ആ ഒരു മേജർ കോൺസ്റ്റുവൻസ്, അതായത് ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മേജർലി മേഡപ്പ് ഓഫ് സിലിക്ക ആൻഡ് അലുമിനിയം. അതുകൊണ്ടാണ് സിയാൽ. മാന്റിൽ ഇറ്റ് ഈസ് സിലിക്ക പ്ലസ് മെഗ്നീഷ്യ, അതുകൊണ്ട് സീമ. ആൻഡ് കോർ ഇറ്റ് ഈസ് നിക്കൽ പ്ലസ് ഫെറസ്, സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് നൈഫ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. ഇനി ഈ ക്രസ്റ്റ്, മാന്റിൽ, കോറിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റും. അതായത് ക്രസ്റ്റിന്റെ കുറച്ച് ഭാഗവും അത് കഴിഞ്ഞിട്ടുള്ള മാന്റിന്റെ കുറച്ച് ഭാഗവും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയർ. അതായത് നമ്മളൊക്കെ ജീവിക്കുന്ന എർത്തിന്റെ ടോപ്പ് മോസ്റ്റ് ലെയർ നമ്മളിപ്പോൾ പറയും ലിത്തോസ്ഫിയർ എന്നുള്ള വാക്ക് പറയാറുണ്ട്. സോ ആ ക്രസ്റ്റും അതേപോലെ തന്നെ അപ്പർ മാന്റിലെ കുറച്ച് ഭാഗവും ചേർന്നിട്ടാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ ഉള്ളത്. ആ ലിത്തോസ്ഫിയറിന് താഴെ ഏസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ട്. ഒരു ചെറിയ ലെയറാണ് ഏസ്തനോസ്ഫിയർ. അപ്പോൾ ഏസ്തനോസ്ഫിയർ എന്ന ലെയറിന് മുകളിൽ, അതായത് അപ്പർ മാന്റിലാണ് ഏസ്തനോസ്ഫിയർ കിടക്കുന്നത്, അതിന് മുകളിൽ വരുന്ന കംപ്ലീറ്റ് സ്ഥലങ്ങളെ നമ്മൾ എന്ത് പറയും? ലിത്തോസ്ഫിയർ എന്ന് പറയും. അപ്പോൾ ഈ ഏസ്തനോസ്ഫിയറിനെ പറ്റി പറയാനുള്ള കുറച്ച് പോയിന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏസ്തനോസ്ഫിയർ ഈസ് ബേസിക്കലി എ ലെയർ വിച്ച് ഈസ് ഇൻ സെമി സോളിഡ് സ്റ്റേറ്റ്. ഒരു സെമി സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു ലെയറാണ് ഏസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. സെമി സോളിഡ്. സെമി സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി സോളിഡ്. അതായത് ഒരു വിസ്കസ് ആയ ഒരു ലെയർ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബേസിക്കലി നമുക്ക് ഇഫ് യു ക്യാൻ സീ ലൈക്ക് മാഗ്മ അല്ലെങ്കിൽ ലാവ, നമ്മുടെ വോൾക്കാനിക് ആക്ടിവിറ്റി റിസൾട്ട് ആയിട്ട് വരുന്ന ലാവ അല്ലെങ്കിൽ മാഗ്മ എന്ന് പറയുന്ന സംഭവം, അത് എവിടെ നിന്നാണ് വരുന്നത്? ഒരു തെറ്റിദ്ധാരണ ഉള്ളതെന്ന് വെച്ചാൽ പൊതുവെ എല്ലാവരും പറയാം കോറിൽ നിന്നാണ് ഈ ലാവ അല്ലെങ്കിൽ മാഗ്മ ഇജക്റ്റഡ് ആവുന്നതെന്ന്. ഈ ലാവ അല്ലെങ്കിൽ മാഗ്മ ഇജക്റ്റഡ് ആവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഏസ്തനോസ്ഫിയറിൽ നിന്നാണ്. This lava or magma is getting ejected from asthenosphere. അപ്പോൾ asthenosphere എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ലൈയിങ് ജസ്റ്റ് അബവ് ദി അപ്പർ മാന്റിൽ. അപ്പർ മാന്റിന്റെ പോർഷനിലാണ് വീഴുന്നത്. ആൻഡ് അവിടെ എന്താണ് നമ്മൾ ഈ പറയുന്ന ലാവ അല്ലെങ്കിൽ മാഗ്മ അടങ്ങിയിരിക്കുന്ന ലെയർ ആണ്. അതുകൊണ്ട് തന്നെ അതൊരു സെമി സോളിഡ് ലെയർ ആണ്. അപ്പോൾ ലാവ, മാഗ്മ അടങ്ങിയിരിക്കുന്ന ഈ ഒരു ലെയർ, ഈ ലെയറിന്റെ മുകളിലാണ് നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്നൊക്കെ പറയുമല്ലോ. അതായത് പ്ലേറ്റ് ടെക്ടോണിക് തിയറിയിലെ പ്ലേറ്റ് ടെക്ടോണിക് പ്ലേറ്റ്സ്. ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് എല്ലാം ഈ ഏസ്തനോസ്ഫിയർ, ഈ ലാവ അല്ലെങ്കിൽ മാഗ്മ അടയ്ക്കുന്ന ഏസ്തനോസ്ഫിയറിന്റെ മുകളിൽ ഫ്രീലി ഫ്ലോട്ടിംഗ് ആയി നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഫ്രീലി ഫ്ലോട്ടിംഗ് ആയി നടക്കുന്നു. അപ്പോൾ ഈ താഴെ ഏസ്തനോസ്ഫിയറിൽ വെൻ ദർ ഇസ് എ സ്മോൾ ഡിഫറൻസ് ഇൻ പ്രഷറോ ടെമ്പറേച്ചറിലോ മാറ്റം വരുമ്പോൾ ദിസ് ലാവ ഓർ മാഗ്മ വിൽ സ്റ്റാർട്ട് ടു ഫ്ലോ. അതിങ്ങനെ ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് ഒഴുകുവാനൊക്കെ തുടങ്ങും. അപ്പോൾ അതിന്റെ റിസൾട്ട് ആയിട്ടാണ് ബേസിക്കലി നമുക്കിവിടെ ഈ പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. സോ അത്തരത്തിൽ ഏസ്തനോസ്ഫിയർ എന്നൊരു ലെയർ, ഇറ്റ് ഈസ് ബേസിക്കലി സെമി സോളിഡ് എന്ന് പറയുന്ന ലെയർ ഉണ്ട്. അതിന് മുകളിൽ കംപ്ലീറ്റ്ലി ലിത്തോസ്ഫിയർ ആണ്. ഏസ്തനോസ്ഫിയറിന് താഴെ അപ് ടു ദ ലോവർ മാന്റിൽ, ആ ലോവർ മാന്റിൽ അല്ലെങ്കിൽ മാന്റിന്റെ റിമൈനിങ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക? മീസോസ്ഫിയർ.
ഓക്കെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരു മീസോസ്ഫിയർ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെയും ഒരു മീസോസ്ഫിയർ ഉണ്ട്. അതായത് എയസ്ട്രോസ്ഫിയർ താഴെ ആ മാന്റിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഭാഗം വരെയാണ് മീസോസ്ഫിയർ. അതിന് താഴെ ദ റീജിയൻ ഓഫ് കോർ ഈസ് കോൾഡ് ആസ് ബാരിസ്ഫിയർ. അതായത് ഔട്ടർ കോറും ഇന്നർ കോറും ചേരുന്ന ഒരു ഭാഗം, അതിനെയാണ് ബാരിസ്ഫിയർ എന്ന് പറയുക. സോ ലിത്തോസ്ഫിയർ ഉണ്ട്, അതിന് താഴെ എസ്ട്രോസ്ഫിയർ ഉണ്ട്, വിച്ച് സെമി സോളിഡ് ലെയർ. എസ്ട്രോസ്ഫിയറിന് താഴെ ദ കംപ്ലീറ്റ് മാന്റിൽ ഇറ്റ് ഈസ് നോൺ ആസ് മീസോസ്ഫിയർ ആൻഡ് ദി എൻറ്റയർ കോർ റീജിയൻ ഈസ് കോൾഡ് ആസ് ബാരിസ്ഫിയർ. അപ്പോൾ ആ ഒരു പേരുകളും ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കോർ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കില്ല തന്നിട്ടുണ്ടാവുക, പകരം ബാരിസ്ഫിയർ എന്നുള്ള വാക്കായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ ബാരിസ്ഫിയർ എന്ന് പറഞ്ഞാൽ കോർ ആണെന്നുള്ള കാര്യം ഒന്ന് നോക്കി വെക്കുക. ഇനി അടുത്തത് വി വിൽ സി ഏത് സ്റ്റേറ്റിലാണ് ഈ ലെയേഴ്സ് ഒക്കെ ഉള്ളത്. ഏത് സ്റ്റേറ്റ് മീൻസ് വെദർ ദേ ആർ സോളിഡ്, ലിക്വിഡ്, സെമി സോളിഡ്, എങ്ങനെയാണ് ഓരോ ലെയേഴ്സും ഉള്ളത് നമുക്ക് നോക്കാം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ക്രസ്റ്റ്. ക്രസ്റ്റ് ഓഫ് കോഴ്സ് നമുക്കറിയായിരിക്കും, കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് ക്രസ്റ്റിലാണ്, നമ്മൾ നടക്കുന്നതും എല്ലാം ക്രസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ വി നോ ദാറ്റ് ക്രസ്റ്റ് ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. ക്രസ്റ്റ് ഒരു സോളിഡ് സ്റ്റേറ്റ് ആണ്. എയസ്ട്രോസ്ഫിയർ ബേസിക്കലി നമ്മൾ നേരത്തെ നോക്കിയിരുന്നു, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ലാവ അല്ലെങ്കിൽ മാഗ്മ പോലുള്ള മെറ്റീരിയൽ ഒക്കെ അടങ്ങിയിരിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ലാവ അല്ലെങ്കിൽ മാഗ്മ എന്ന് പറയുന്ന ഈ സംഭവങ്ങൾ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി സോളിഡ് ഓർ നോട്ട് കംപ്ലീറ്റ്ലി ലിക്വിഡ്. അതായത് വളരെ നല്ലോണം ഒഴുകുന്ന ലിക്വിഡ് അല്ല, എന്ന് വെച്ചാൽ സോളിഡും അല്ല, ഒരു ഹൈലി വിസ്കസ് ആയ ഒരു സെമി സോളിഡ് സ്റ്റേറ്റ് ആണ് എയസ്ട്രോസ്ഫിയറിൽ വരിക. ദാറ്റ് ഈസ് ബേസിക്കലി സെമി സോളിഡ്. ദെൻ അപ്പർ മാന്റിൽ സോളിഡ് സ്റ്റേറ്റ് ആണ്. ലോവർ മാന്റിലും സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ കുറച്ചുകൂടി കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യത ഔട്ടർ കോർ ഇന്നർ കോർ ആണ്. എർത്തിന്റെ ഇന്നർ കോർ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, അതോ സെമി സോളിഡ് ആണോ, എന്താണ്? അപ്പോൾ ശ്രദ്ധിക്കുക, എർത്തിന്റെ ഇന്നർ കോർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ്. അതായത് എർത്തിന്റെ ഏറ്റവും ഇന്റീരിയറിൽ കിടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ്. എർത്തിന്റെ ഔട്ടർ കോർ, അതായത് ഇന്നർ കോർ തൊട്ട് മുകളിൽ, അതായത് ലോവർ മാറ്ററിൽ താഴെ കിടക്കുന്ന ആ ഒരു ഭാഗം, ഇറ്റ് ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ പൊതുവെ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിന്റെ ഇന്നർ കോർ ലിക്വിഡ് ആണെന്ന് തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാവാറുണ്ട്. ശ്രദ്ധിക്കുക, എർത്തിന്റെ ഇന്നർ കോർ ലിക്വിഡ് അല്ല, എർത്തിന്റെ ഔട്ടർ കോർ ആണ് ലിക്വിഡ് സ്റ്റേറ്റ് ഉള്ളത്. എർത്തിന്റെ ഇന്നർ കോർ ഇസ് ഓൾമോസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഒരു സോളിഡ് സ്റ്റേറ്റിൽ തന്നെയാണ് എർത്തിന്റെ ഇന്നർ കോർ ഇരിക്കുന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ഓക്കെ, സോ ഇതാണ് ഓരോ ലെയേഴ്സിന്റെയും സ്റ്റേറ്റ്. അതായത് ക്രസ്റ്റ് സോളിഡ്, എസ്ട്രോസ്ഫിയർ സെമി സോളിഡ്, അപ്പർ മാന്റിൽ സോളിഡ്, ലോവർ മാന്റിൽ സോളിഡ്, ഔട്ടർ കോർ ലിക്വിഡ് ആൻഡ് ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ടൊക്കെ എർത്തിനെ ക്ലാസിഫൈ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എർത്തിന്റെ ഇന്റീരിയറിലേക്ക് പോകുമ്പോൾ അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലെയേഴ്സ് അല്ല. അതായത് ചില ഭാഗത്ത് യൂണിഫോം ആണ്, ചില ഭാഗത്ത് നോൺ യൂണിഫോം ആണ്. അതായത് നമ്മൾ ഓരോ ലെയർ ബൈ ലെയർ ക്രോസ് ചെയ്ത് പോകുമ്പോഴും അവിടെ ബേസിക്കലി അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിലോ അല്ലെങ്കിൽ അതിന്റെ ഫോർമേഷനിലോ ടെക്സ്ചറിലോ അങ്ങനെ ടെമ്പറേച്ചറിലോ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് കണ്ടിന്യൂസ് ഇൻ നേച്ചർ. കംപ്ലീറ്റ്ലി കണ്ടിന്യൂസ് ആയിട്ടല്ല അത് പോകുന്നത്, നേരെ മറിച്ച് അത് നോൺ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഒരു ലെയറിൽ നിന്ന് മറ്റൊരു ലെയറിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കണ്ടിന്യൂസ് നേച്ചർ നഷ്ടപ്പെടുന്നു. അപ്പോൾ ആ കണ്ടിന്യൂസ് നേച്ചർ നഷ്ടപ്പെടുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്കണ്ടിന്യൂറ്റി എന്നുള്ളത്. അതായത് ഒരു ലെയറിൽ നിന്ന് മറ്റൊരു ലെയറിലേക്ക് പോകുമ്പോൾ ആ കണ്ടിന്യൂറ്റി നഷ്ടമാകുന്നു, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. സോ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റിനും ഇടയിൽ, ഓക്കെ, ഹിയർ ബിറ്റ്വീൻ ദി അപ്പർ ക്രസ്റ്റ് ആൻഡ് ലോവർ ക്രസ്റ്റ് വി ഹാവ് ദ ഡിസ്കണ്ടിന്യൂറ്റി ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പർ ക്രസ്റ്റിനും ലോവർ ക്രസ്റ്റിനും ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ വിളിക്കുന്ന പേര് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ്. ലോവർ ക്രസ്റ്റിനും അപ്പർ മാന്റിലിനും ഇടയിലുള്ളത്, ഓക്കെ, സോ ഐ വിൽ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഹിയർ, അപ്പർ ക്രസ്റ്റ് ആൻഡ് ലോവർ ക്രസ്റ്റ്, അതാണ് എന്ത്, കോൺറാഡ്. അപ്പോൾ അതേപോലെ തന്നെ ലോവർ ക്രസ്റ്റിനും അപ്പർ മാന്റിലിനും ഇടയിൽ, ലോവർ ക്രസ്റ്റ് ആൻഡ് അപ്പർ മാന്റിൽ, ബിറ്റ്വീൻ ലോവർ ക്രസ്റ്റ് ആൻഡ് അപ്പർ മാന്റിൽ നമുക്കൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അതിന്റെ പേരാണ് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി ഓർ മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, മൊഹറോവിക് എന്നാണ്, നമ്മളത് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. സോ ബിറ്റ്വീൻ ലോവർ ക്രസ്റ്റ് ആൻഡ് അപ്പർ മാന്റിൽ വി ഹാവ് ദി മോഹോ ഡിസ്കണ്ടിന്യൂറ്റി ഓർ മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി. നേരെ താഴേക്ക് വരുമ്പോൾ ബിറ്റ്വീൻ അപ്പർ മാന്റിൽ, ഓക്കെ, ബിറ്റ്വീൻ അപ്പർ മാന്റിൽ ആൻഡ് ലോവർ മാന്റിൽ, അപ്പർ മാന്റിലും ലോവർ മാന്റിലും ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റെപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി. ആ പേരുകൾ നമുക്കത്ര സുപരിചിതമല്ലാത്ത പേരുകളാണ്, പക്ഷെ അത് പഠിക്കണം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സിമിലർലി ലോവർ മാന്റിലിനും ഔട്ടർ കോറിനും ഇടയിൽ, ഓക്കെ, ബിറ്റ്വീൻ ലോവർ മാന്റിൽ ആൻഡ് ഔട്ടർ കോർ വി ഹാവ് ദി ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി.
Similarly, outer core and inner core. Outer core and inner core we have the layman discontinuity. Okay, between outer core and inner core, we have the layman discontinuity. So these are the different discontinuities in the Earth's interior. Okay, discontinuity എന്ന് പറയുമ്പോൾ ആ ഒരു വ്യത്യാസം വരുന്ന സ്ഥലങ്ങൾ. Okay, wherever there is difference, like ഒരു സ്ഥലത്ത് ഒരു ലെയർ മറ്റൊരു ലെയറിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം വരുന്ന സ്ഥലങ്ങളെ നമ്മൾ പറയുക ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ആ ഓർഡർ അല്ലെങ്കിൽ അവരുടെ ലൊക്കേഷൻ പേരുകളൊക്കെ പഠിച്ചു വെക്കാം. അതായത് ബിറ്റ്വീൻ അപ്പർ ക്രസ്റ്റ് ആൻഡ് ലോവർ ക്രസ്റ്റ് വി ഹാവ് ദി കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. Between lower crust and upper mantle, we have the Moho or Mohorovic discontinuity. Between upper mantle and lower mantle, we have the Repetty discontinuity. Lower mantle and outer core, we have the Gutenberg. Outer core and inner core, Lehman discontinuity. ഇത് വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാം. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ ലൈക്ക് രണ്ട് ലെയേഴ്സ് വന്നിട്ട് അതിനിടയിൽ ഇതിന് ഡിസ്കണ്ടിന്യൂറ്റി ആണോ, വിച്ച് ഓഫ് ദ മാർക്ക് കറക്റ്റ്ലി മാച്ച് ചെയ്തതിൽ ചോദിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇറ്റ് മേ ബി ഓൾസോ ആസ്ക്ഡ് ടു അറേഞ്ച് ദം ഫ്രം ദി എർത്ത് സർഫസ് ടു ഇന്റീരിയർ. എർത്തിന്റെ സർഫസിന് ഇന്റീരിയറിലേക്ക് പോകുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യാനും ചോദിച്ചേക്കാം. സോ അത്തരത്തിൽ എങ്ങനെ വേണമെങ്കിലും വി ക്യാൻ ഗെറ്റ് സം ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് എർത്ത് ഇന്റീരിയർ. സോ ഇത്രയും കാര്യങ്ങളാണ് മേജർലി എർത്ത് ഇന്റീരിയറെ പറ്റി നോട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഞാനത് ഒന്നുകൂടി ആ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമ്മൾ ബേസിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ക്രസ്റ്റ്, മാന്റിൽ, കോർ. ആ ക്രസ്റ്റ്, മാന്റിൽ, കോർ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം ആസ് അപ്പർ ക്രസ്റ്റ്, ലോവർ ക്രസ്റ്റ്, അപ്പർ മാന്റിൽ, ലോവർ മാന്റിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ എന്ന രീതിയിൽ. And the crust is known as CR. Crust നമ്മൾ CR എന്ന് വിളിക്കും because crust is majorly made of silica and aluminium. Mantle is generally called as SEMA. Mantle നമ്മൾ SEMA എന്ന് വിളിക്കും because mantle is majorly made up of silica plus magnesium. And അതേപോലെ തന്നെ core is also known as knife. Core knife എന്ന് വിളിക്കുവാൻ കാരണം because core is majorly made up of nickel and ferrous. നിക്കലും ഫെറസും ഉണ്ടാക്കിയതുകൊണ്ട് core നമ്മൾ knife എന്നുള്ള പേരിലും വിളിക്കാറുണ്ട്. സോ ഇത്തരത്തിൽ മെറ്റീരിയൽസ്, ഉണ്ടാക്കപ്പെട്ട മെറ്റീരിയൽസിന്റെ ബേസിൽ ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ പേരുകൾ പറയാം. ആൻഡ് ഇതേപോലെ തന്നെ വേറെ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ നെയിംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ദ ക്രസ്റ്റ് ആൻഡ് ദ റീജൻസ് ഓഫ് അപ്പർ മാന്റിൽ, അതിനാണ് നമ്മൾ എന്ത് പറയുക, ലിത്തോസ്ഫിയർ. അപ്പർ മാന്റിൽ ഭാഗത്തായിട്ട് നമുക്കൊരു സെമി സോളിഡ് ലെയർ ഉണ്ട്, അതായത് നമ്മുടെ ലാവ മാഗ്മ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള സെമി സോളിഡ് ലെയർ ഉണ്ട്, അതിനാണ് നമ്മൾ എസ്തനോസ്ഫിയർ എന്ന് പറയുക. സോ എസ്തനോസ്ഫിയറിന്റെ മുകളിലാണ് കംപ്ലീറ്റ്ലി നമ്മുടെ ടെക്ടോണിക് പ്ലേറ്റ്സ് ഫ്ലോട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ എസ്തനോസ്ഫിയറിന്റെ മുകളിലുള്ള ലെയറിനെയാണ് കംപ്ലീറ്റ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. എസ്തനോസ്ഫിയർ താഴെ ദി കംപ്ലീറ്റ് എൻറ്റയർ മാന്റിൽ ഈസ് കോൾഡ് ആസ് മെസോസ്ഫിയർ. And അതിനും താഴെയുള്ള core region, it is known as the barysphere. And when we are moving from one layer to another, we have discontinuities. Upper crust, lower crust, Conrad discontinuity. Lower crust, upper mantle, Mohorovic discontinuity. Upper mantle and lower mantle, Repetty discontinuity. Lower mantle and outer core, Gutenberg. And outer core and inner core, Lehman discontinuity. So ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് എർത്തിന്റെ ഇന്റീരിയറിനെ പറ്റി നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷൻ കൈൻഡ് ഓഫ് തിങ്സ് നോക്കാം. ഓക്കെ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും അല്ലെങ്കിൽ കുറച്ച് ആഡ് ഡീറ്റെയിൽസുമായിട്ട്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ക്രസ്റ്റ്. ഓക്കെ, ക്രസ്റ്റിനെ പറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്രസ്റ്റ് നമുക്കറിയാലോ എന്താണ്, ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. അതായത് എർത്തിന് ഏറ്റവും മുകളിൽ കിടക്കുന്ന സർഫസിൽ കിടക്കുന്ന ലെയർ ആണ്, അല്ലെങ്കിൽ നമ്മളത് ജീവിക്കുന്ന ലെയർ ആണ് ഇത് ക്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ക്രസ്റ്റ്, ഇറ്റ് ഈസ് ദി ഔട്ടർ മോസ്റ്റ് solid part of the earth, normally about 8 to 40 kilometers thick. അതൊന്ന് ശ്രദ്ധിക്കണേ, ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ആണ്. ഓക്കെ, നമുക്കറിയാം ക്രസ്റ്റിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 8 to 40 കിലോമീറ്റേഴ്സ് മാത്രമാണ്. അതായത് 6400 കിലോമീറ്റർ റേഡിയസ് ഉള്ള എർത്ത്. ഓക്കെ, 6400 കിലോമീറ്റർ റേഡിയസ് ഉള്ള എർത്തിൽ 8 മുതൽ 40 കിലോമീറ്റർ വരെ തിക്നെസ് ആണ് അവർക്ക് ക്രസ്റ്റിന് വരുന്നത്. അപ്പോൾ അത്രയും കുറവാണ്. അതായത് എർത്തിന്റെ ടോട്ടൽ നോക്കുമ്പോൾ ക്രസ്റ്റ് ഓക്യുപ്പൈ ചെയ്യുന്ന റീജിയൻ അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുമ്പോൾ അത്രയും കുറവാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് ബ്രിറ്റിൽ ഇൻ നേച്ചർ. ബ്രിറ്റിൽ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പൊടിയുന്നതും അല്ലെങ്കിൽ എളുപ്പത്തിൽ പൊട്ടുന്നതായ ഒന്നിനാണ് നമ്മൾ ബ്രിറ്റിൽ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ബ്രിറ്റിൽ ആണ്, അതായത് പെട്ടെന്ന് പൊട്ടിപ്പൊടിഞ്ഞു പോകുന്ന ടൈപ്പാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ക്രസ്റ്റിൽ ഈ പറയുന്ന ടെക്ടോണിക് ആക്ടിവിറ്റി ഒക്കെ കാരണം പെട്ടെന്ന് ലാൻഡ് ഫോംസ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അത് ബ്രിറ്റിൽ അല്ലെങ്കിൽ അങ്ങനെ ലാൻഡ് ഫോംസ് ഉണ്ടാവില്ല. സോ ഇറ്റ് ഈസ് ബ്രിറ്റിൽ ഇൻ നേച്ചർ. Nearly 1% of the Earth's volume and 0.5% of the Earth's mass are made up of crust. അതായത് എർത്തിന്റെ ടോട്ടൽ വോളിയത്തിൽ 1%, എർത്തിന്റെ ടോട്ടൽ മാസിൽ 0.5% മാത്രമാണ് ക്രസ്റ്റ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അതായത് എർത്തിന്റെ ടോട്ടൽ വോളിയം ഫോർ എക്സാമ്പിൾ ഒരു 100 ലിറ്റർ ആണെന്ന് വിചാരിക്കുക, എർത്തിന്റെ ടോട്ടൽ വോളിയം. അപ്പോൾ അതിൽ 1 ലിറ്റർ മാത്രമാണ് നമ്മുടെ ക്രസ്റ്റ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ എർത്തിന്റെ ടോട്ടൽ മാസ് ഒരു 100 കിലോഗ്രാംസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 0.5 കിലോഗ്രാം, ഓക്കെ, 0.5 കിലോഗ്രാം മാത്രമാണ് എന്ത് ക്രസ്റ്റ് ഓക്യുപ്പൈ ചെയ്യുന്ന മാസ് എന്ന് പറഞ്ഞത്. സോ അത്രയും ചെറുതാണ്.
അതായത് ഹോൾ എർത്ത് നോക്കുമ്പോൾ അത്രയും കുറവ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ കുറവ് റീജിയൻ ആണ് എന്ത് നമ്മുടെ ക്രസ്റ്റ് കവർ ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കാം. ആൻഡ് അടുത്തൊരു പോയിന്റ്, ദ തിക്നെസ് ഓഫ് ദി ക്രസ്റ്റ് അണ്ടർ ഓഷ്യാനിക് ആൻഡ് കോണ്ടിനെന്റൽ ഏരിയാസ് ആർ ഡിഫറെന്റ്. ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് തിന്നർ ആസ് കമ്പയർഡ് ടു കോണ്ടിനെന്റൽ ക്രസ്റ്റ്. അപ്പോൾ അത് ബേസിക്കലി നമുക്ക് ആ പ്ലേറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു പ്ലേറ്റ്സിന്റെ ഭാഗം പഠിക്കുമ്പോഴാണ് പറയേണ്ടത്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സപ്പോസ് നമുക്ക് ആ ക്രസ്റ്റിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, വി ക്യാൻ ഡിവൈഡ് ദ ക്രസ്റ്റ് ഇൻടു ടു. ഒന്ന് കോണ്ടിനെന്റൽ ക്രസ്റ്റും മറ്റൊന്ന് ഓഷ്യാനിക് ക്രസ്റ്റ്. ഓക്കെ, വി ക്യാൻ ഡിവൈഡ് ഇൻടു കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. അപ്പോൾ ആ സിംപ്ലി അതിന്റെ ഡെഫിനിഷൻ നോക്കുമ്പോൾ കോണ്ടിനെന്റ്സിന്റെ മുകളിലാണ് അല്ലെങ്കിൽ കോണ്ടിനെന്റ്സിന് താഴെ വരുന്ന ക്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? കോണ്ടിനെന്റൽ ക്രസ്റ്റ്. ദെൻ ഓഷ്യൻ അടിയിൽ വരുന്നതാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയും. ഓക്കെ, കോണ്ടിനെന്റൽ ആണെങ്കിൽ കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഓഷ്യൻസ് അടിയിലാണെങ്കിൽ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയും. അപ്പോൾ കോണ്ടിനെന്റ് അടിയിൽ വരുന്ന കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ സിഗ്നിഫിക്കൻസ് നോക്കിക്കഴിഞ്ഞാൽ കോണ്ടിനെന്റൽ ക്രസ്റ്റ് they are made up of basalt, they are made up of rocks known as granite. ഗ്രാനൈറ്റ് എന്നുള്ള റോക്ക് കൊണ്ടാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓഷ്യാനിക് ക്രസ്റ്റ് ആണെങ്കിൽ they are made up of material called as basalt. ഓഷ്യാനിക് ക്രസ്റ്റ് ബേസിക്കലി ബസാൾട്ട് എന്നുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടുള്ളത്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണെങ്കിൽ ഗ്രാനൈറ്റ്. രണ്ടാമത്തെ പോയിന്റ്, കോണ്ടിനെന്റൽ ക്രസ്റ്റ് തിക്കർ ആണ്. ഓക്കെ, കോണ്ടിനെന്റൽ ക്രസ്റ്റ് തിക്കർ ആണ്. നേരെ മറിച്ച് ഓഷ്യാനിക് ക്രസ്റ്റ് ആണെങ്കിലോ they are thinner in nature. അതായത് കോണ്ടിനെന്റൽ ക്രസ്റ്റിന് തിക്നെസ് കൂടുതലാണ്, ഓഷ്യാനിക് ക്രസ്റ്റിന് തിക്നെസ് കുറവാണ്, അല്ലെങ്കിൽ തിക്നെസ് ഇല്ല എന്ന് പറയാം. സോ ദേ ആർ തിന്നർ ഇൻ നേച്ചർ. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ദേ ആർ ലെസ് ഡെൻസർ, ഡെൻസിറ്റി കുറവാണ്. ഓഷ്യാനിക് ക്രസ്റ്റ് ആർ ഡെൻസർ, അവർക്ക് ഡെൻസിറ്റി കൂടുതലാണ്. സോ ഈ രീതിയിലുള്ള 3 പോയിന്റ്സ് ഈ കോണ്ടിനെന്റൽ ക്രസ്റ്റിനെയും ഓഷ്യാനിക് ക്രസ്റ്റിനെയും പറ്റി പഠിച്ചു വെക്കണം. കോണ്ടിനെന്റൽ ക്രസ്റ്റ് മേജർലി മേഡ് അപ്പ് ഓഫ് ഗ്രാനൈറ്റ്, ഓഷ്യാനിക് ക്രസ്റ്റ് ഇസ് മേജർലി മേഡ് അപ്പ് ഓഫ് ബസാൾട്ട്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഇസ് തിക്കർ, ഓഷ്യാനിക് ക്രസ്റ്റ് ഇസ് തിന്നർ. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഇസ് ലെസ് ഡെൻസർ, ഓഷ്യാനിക് ക്രസ്റ്റ് ഇസ് ഡെൻസർ എന്നുള്ള കാര്യം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ദ തിക്നെസ് ഓഫ് ദി ക്രസ്റ്റ് അണ്ടർ ദി ഓഷ്യാനിക് ആൻഡ് കോണ്ടിനെന്റൽ ഏരിയാസ് ആർ ഡിഫറെന്റ്. ഓഷ്യാനിക് ക്രസ്റ്റ് ഇസ് തിന്നർ അബൌട്ട് 5 കിലോമീറ്റേഴ്സ് കമ്പയർഡ് ടു കോണ്ടിനെന്റൽ ക്രസ്റ്റ് അബൌട്ട് 30 കിലോമീറ്റേഴ്സ്. ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത് തിന്നർ ആണ്, 5 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ തിക്കർ ആണ്, 30 കിലോമീറ്ററോളം തിക്നെസ് വരുന്നുണ്ട്. മൂവിങ് ഓൺ, അടുത്ത പോയിന്റ്സ് നോക്കാം. നമ്മൾ നേരത്തെ നോക്കിയ കാര്യങ്ങൾ തന്നെ. കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ക്രസ്റ്റിനെ പറ്റിയുള്ള മേജർ ഡീറ്റെയിൽസ്. ദ മേജർ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ് ഓഫ് ദി ക്രസ്റ്റ് ആർ സിലിക്ക ആൻഡ് അലുമിനിയം, ദാറ്റ് ഈസ് സിയാൽ, ആൻഡ് ദസ് ഇറ്റ് ഈസ് ഓഫൺ ടേംഡ് ആസ് സിയാൽ. ഓക്കെ, സിലിക്ക അലുമിനിയം ആയതുകൊണ്ട് നമ്മൾ അതിനെ സിയാൽ എന്ന് പറയുന്നു. ആൻഡ് സംടൈംസ് സിയാൽ ഈസ് യൂസ് ടു റെഫർ ലിത്തോസ്ഫിയർ, വിച്ച് ഇസ് ദ റീജിയൻ കംപ്രൈസിംഗ് ദി ക്രസ്റ്റ് ആൻഡ് ദി അപ്പർ മോസ്റ്റ് സോളിഡ് മാന്റിൽ. ഓക്കെ, അതിന്റെ മേജർ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ് എന്ന് പറയുന്നത് ക്രസ്റ്റ് എന്ന് പറയുന്നത് സിലിക്കയും അലുമിനിയം ആണ്, അതായത് സിയാൽ എന്നാണ് നമ്മൾ പറയുക. ആൻഡ് ദിസ് ഈസ് എ റീജിയൻ കംപ്രൈസിംഗ് ഓഫ് ദി ക്രസ്റ്റ് ആൻഡ് അപ്പർ മോസ്റ്റ് സോളിഡ് മാന്റിൽ. ആ റീജിയൻ നമ്മൾ എന്ത് പറയും? ആ ക്രസ്റ്റും അപ്പർ മോസ്റ്റ് സോളിഡ് മാന്റിലും ചേർന്ന റീജിയനാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ആൻഡ് ദ മീൻ ഡെൻസിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഇൻ ദ ക്രസ്റ്റ് ഈസ് 3 gram per centimeter cube. അതായത് ഈ റീജിയനിലെ മീൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 3 gram per centimeter cube. ഓക്കെ, 3 gram per centimeter cube ആണ് ആ റീജിയനിലെ ഒരു മീൻ ഡെൻസിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ഡെൻസിറ്റി എന്ന് പറയുക. അതായത് ക്രസ്റ്റിലെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 3 gram per centimeter cube ആണ്. ആൻഡ് ദ ഡിസ്കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ അപ്പർ ക്രസ്റ്റ് ആൻഡ് ലോവർ ക്രസ്റ്റ് ഈസ് ടേംഡ് ആസ് ദി കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ഇത്തരത്തിൽ അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റിനും ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ ഇത് പറയും കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇറ്റ്സ് ജസ്റ്റ് റിട്ടൺ ഇൻ വേർഡ്സിൽ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, സോ ദ ഡിസ്കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ അപ്പർ ക്രസ്റ്റ് ആൻഡ് ലോവർ ക്രസ്റ്റ് ഈസ് ടേംഡ് ആസ് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. അടുത്തത് വി വിൽ സീ റിഗാർഡിംഗ് മാന്റിൽ. ഓക്കെ, മാന്റിലിനെ പറ്റി നോക്കാം. ഓക്കെ, സോ മാന്റിൽ, ദ പോർഷൻ ബിയോണ്ട് ദി ഇന്റീരിയർ, okay, the portion of the interior beyond the crust is called as the mantle. അതായത് ആ ക്രസ്റ്റിന് താഴെ കിടക്കുന്ന ആ ഒരു ഇന്റീരിയർ പോർഷൻ നമ്മൾ എന്ത് പറയുക? മാന്റിൽ എന്ന് പറയുക. The portion of the earth beyond the crust is called as the mantle. The discontinuity between the crust and mantle is called as Mohorovic discontinuity or Moho discontinuity. അതായത് ക്രസ്റ്റിനും മാന്റിലിനും ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി അഥവാ മോഹോ ഡിസ്കണ്ടിന്യൂറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റിയുടെ കാര്യം. ആൻഡ് ദ മാന്റിൽ ഈസ് അബൌട്ട് 2900 കിലോമീറ്റേഴ്സ് ഇൻ തിക്നെസ്. ഓക്കെ, മാന്റിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 2900 കിലോമീറ്റർ ആണ് തിക്നെസ്. അതായത്
6400 കിലോമീറ്റർ ആണ് എർത്തിന്റെ ടോട്ടൽ റേഡിയസ്. അതിൽ 8 മുതൽ 40 കിലോമീറ്റർ വരെയാണ് ക്രസ്റ്റ് വരുന്നതെങ്കിൽ 2900 കിലോമീറ്ററോളം, അതായത് നിയർലി 3000 കിലോമീറ്ററോളം അവിടെ കവർ ചെയ്യുന്നത് ആരാണ്? ദാറ്റ് ഈസ് ബേസിക്കലി മാന്റിൽ. അപ്പോൾ അങ്ങനെ അത്രയും റീജിയൻ കവർ ചെയ്യാന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിയർലി 84% ഓഫ് ദി എർത്ത് വോളിയം ആൻഡ് 67% ഓഫ് ദി എർത്ത് മാസ് ഈസ് ഓക്യുപ്പൈഡ് ബൈ മാന്റിൽ. അതായത് എർത്തിന്റെ ടോട്ടൽ വോളിയത്തിൽ 84%, ടോട്ടൽ മാസിൽ 67% മാന്റിലാണ് ഓക്യുപ്പൈ ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ക്രസ്റ്റിന്റെ കാര്യം നോക്കിയപ്പോൾ ക്രസ്റ്റിൽ ജസ്റ്റ് 1% ഓഫ് ദി വോളിയം ആൻഡ് 0.5% ഓഫ് ദി എർത്ത് മാസ് എന്നാണ് പറഞ്ഞിരുന്നത്. അത്രയും കുറവാണ്. മാന്റിൽ നോക്കൂ, 84%. എർത്തിന്റെ വോളിയം ഫോർ എക്സാമ്പിൾ 100 ലിറ്റേഴ്സ് ആണെങ്കിൽ അതിൽ 84 ലിറ്റേഴ്സും, ഓക്കെ, എർത്തിന്റെ വോളിയം 100 ലിറ്റേഴ്സ് ആണെങ്കിൽ അതിൽ 84 ലിറ്റേഴ്സും എന്താണ്? എർത്തിന്റെ വോളിയം മാന്റിലാണ് കവർ ചെയ്യുന്നത്. അതേപോലെ എർത്തിന്റെ മാസ് 100 കിലോഗ്രാംസ് ആണെങ്കിൽ അതിൽ 67 കിലോഗ്രാമും ആരാണ് കവർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബേസിക്കലി കവേർഡ് ബൈ 67 കിലോഗ്രാം ഈസ് കവേർഡ് ബൈ ദി മാന്റിൽ. ഓക്കെ, 67 കിലോഗ്രാമും അവിടെ കവർ ചെയ്യുന്നത് മാന്റിലാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ബേസിക്കലി റിഗാർഡിംഗ് ദി ക്രസ്റ്റ് ആൻഡ് മാന്റിൽ. And the major constituent elements of the mantle are silicon and magnesium, and hence it is also termed as സീമ. ഓക്കെ, അപ്പോൾ ആ മാന്റിലെ മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറഞ്ഞാൽ സിലിക്കോണും മെഗ്നീഷ്യവുമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് സീമ എന്ന പേരിൽ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സീമ. ഓക്കെ, സോ ഇതാണ് റിഗാർഡിംഗ് മാന്റിൽ. And the density of the layer is higher than the crust and varies from 3.3 to 5.4 gram per centimeter cube. ഓക്കെ, ആ ലെയറിന്റെ ആ റീജിയന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.3 to 5.4 gram per centimeter cube ആണ്. കാരണം നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രസ്റ്റിൽ നമ്മൾ നോക്കിയപ്പോൾ 3 gram per centimeter cube ആയിരുന്നു ഡെൻസിറ്റി. അത് കഴിഞ്ഞ് നമ്മൾ മാറ്റിലേക്ക് എത്തിയപ്പോൾ അത് കൂടി 3.3 to 5.4 gram per centimeter cube ആയി. അതായത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, എർത്തിന്റെ ഇന്റീരിയറിലേക്ക്, നമ്മൾ എർത്തിന്റെ സർഫസിൽ നിന്ന് ഡെപ്തിലേക്ക് പോകും തോറും ദ density is increasing. Okay, as we are moving from the earth's interior to the earth's surface to the interior, the density is increasing എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. And the uppermost solid part of the mantle and the entire crust constitute the lithosphere. Okay, നമ്മുടെ മാന്റിലിന്റെ uppermost solid പാർട്ടും ആ entire crustum ചേർന്ന ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുക? lithosphere എന്ന് പറയുക. Okay, the uppermost solid part of the mantle and the entire crust constitute the lithosphere. And the asthenosphere is a highly viscous, mechanically weak and ductile, deforming region of the upper mantle which lies just below the lithosphere. Okay, താഴെ വരുന്ന asthenosphere എന്നൊരു ഭാഗം വിസ്കോസിറ്റി കൂടിയ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, വിസ്കോസിറ്റി കൂടിയ മെക്കാനിക്കലി വീക്കും ഡക്റ്റൈലുമായ ഡീഫോമിംഗ് റീജിയൻ ഉണ്ട്. അതിനാണ് നമ്മൾ എന്താ പറയുക? asthenosphere എന്ന് പറയുക. ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെയാണ് അത് കിടക്കുന്നത്. And the asthenosphere is the main source of magma, and it is the layer over which the lithospheric plates or continental plates move. Okay, ആ മാഗ്മയുടെ മേജർ സോഴ്സ് ആണ് asthenosphere എന്ന് പറയുന്നത്. ആൻഡ് അതിന് താഴെയാണ് ബേസിക്കലി എന്ത് ഈ പറയുന്ന, അല്ലെങ്കിൽ ആ പറയുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് മൂവ് ചെയ്യുന്നത് അവിടെയായിട്ടാണ്. സോ ദാറ്റ് ഈസ് ദി asthenosphere. Okay. And the discontinuity between upper mantle and lower mantle is known as repetitive discontinuity. Okay, upper mantle-നും lower mantle-നും ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ആണ് repetitive discontinuity എന്ന് പറയുന്നത്. അത് നമ്മൾ നോക്കിയിരുന്നു, നേരത്തെ പറഞ്ഞിരുന്നു. upper mantle, lower mantle is called as the gap or the discontinuity between upper mantle and lower mantle ആണ് the repetitive discontinuity. And the portion of the mantle which is just below the lithosphere and asthenosphere but above the core is called as mesosphere. Okay, ലിത്തോസ്ഫിയറിന്റെ താഴെയുള്ള എസ്തനോസ്ഫിയർ, എന്നാൽ എസ്തനോസ്ഫിയറിന് തൊട്ട് താഴെ, എന്നാൽ മീസോസ്ഫിയറിന് മുകളിലാണ് ബേസിക്കലി എന്ത്, അല്ലെങ്കിൽ എസ്തനോസ്ഫിയർ തൊട്ട് താഴെ എന്നാൽ കോറ് തൊട്ട് മുകളിൽ കിടക്കുന്ന ലെയർ ആണ് മീസോസ്ഫിയർ എന്ന് പറയപ്പെടുന്നത്. സോ ദാറ്റ് ഈസ് ബേസിക്കലി റിഗാർഡിംഗ് ദിസ്. നെക്സ്റ്റ് വി വിൽ സീ റിഗാർഡിംഗ് കോർ. കോറിനെ പറ്റി നോക്കാം. The innermost layer surrounding the earth center, എർത്തിന്റെ സെന്ററിനെ സറൗണ്ട് ചെയ്യുന്ന ആ ഇന്നർമോസ്റ്റ് ലെയറിനാണ് നമ്മൾ എന്ത് പറയുക? കോർ എന്ന് പറയുക. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോർ എന്ന് പറയുക. ഓക്കെ,
സോ എർത്തിന്റെ ഇന്നർമോസ്റ്റ് ലെയറിനെ കവർ ചെയ്യുന്ന റീജിയനാണ് നമ്മൾ എന്ത് പറയുക, കോർ എന്ന് പറയുക. ആൻഡ് ദി കോർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദി മാന്റിൽ ബൈ ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, കോറിനെ മാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന റീജിയനാണ് നമ്മൾ എന്ത് പറയുക, ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുക. നമ്മൾ പറഞ്ഞിരുന്നത് ആ ഒരു ബൗണ്ടറിനെ നമ്മൾ എന്ത് പറയുക, ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ആൻഡ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് മെയിൻലി ഓഫ് അയൺ ആൻഡ് നിക്കൽ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് നൈഫ്. ഓക്കെ, അത് മേജർലി അയൺ നിക്കൽ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. ആൻഡ് അതിനെ നമ്മൾ മേജർലി വിളിക്കുന്ന പേരാണ് നൈഫ് എന്നുള്ള പേരാണ് വിളിക്കപ്പെടുന്നത്. ആൻഡ് ദ കോർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് നിയർലി 15% ഓഫ് എർത്ത് വോളിയം ആൻഡ് 32.5% ഓഫ് എർത്ത് മാസ്. കോർ ഏകദേശം എർത്തിന്റെ വോളിയത്തിന്റെ 15%, അതേപോലെ തന്നെ മാസിന്റെ 32.5%മാണ് കോർ അവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകുന്നത്. And the core is the densest layer of the earth with its density ranges between 9.5 to 14.5 gram per centimeter cube. ഏറ്റവും ഡെൻസിറ്റി കൂടിയ ലെയർ ആണ് കോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദി ഡെൻസസ്റ്റ് ലെയർ ആൻഡ് ഇറ്റ് ഈസ് വേരീസ് ഫ്രം 9.5 to 14.5 gram per centimeter cube. Okay, it is known as the 9.5 to 14.5 gram per centimeter cube. Okay. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് റിഗാർഡിംഗ് കോർ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡെൻസിറ്റി എന്നുള്ളത് ഒരു ഇൻക്രീസിങ് ട്രെൻഡ് ആണ്. ഫ്രം ക്രസ്റ്റ് ഒരു 3 ആയിരുന്നെങ്കിൽ ഫ്രം ടു മാന്റിൽ ഇറ്റ് ഈസ് അറൌണ്ട് ലൈക്ക് 3.3 to 5.4. അത് കഴിഞ്ഞ് മാന്റിൽ കഴിഞ്ഞ് കോറിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഈസ് അറൌണ്ട് 9.5 to 14.5 gram per centimeter cube. സോ ഈ രീതിയിൽ ഡെൻസിറ്റി മുകളിലേക്ക് വരുന്തോറും ഡെൻസിറ്റി വരുന്നതും കൂടിയാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ക്രസ്റ്റ് മാന്റിൽ കോർ. ആൻഡ് ദ കോർ കൺസിസ്റ്റ് ഓഫ് 2 സബ് ലെയേഴ്സ്. 2 സബ് ലെയേഴ്സ് ആണ് കോറിനുള്ളത്, ഇന്നർ കോർ ആൻഡ് ഔട്ടർ കോർ. ഇന്നർ കോറും ഔട്ടർ കോറും. ആൻഡ് ദ ഇന്നർ കോർ ഇസ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ദി ഔട്ടർ കോർ ഇസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ഓക്കെ, അതിന്റെ ഇന്നർ കോർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ്, ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റ് അഥവാ സെമി ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. And the discontinuity between upper core and lower core is called as Lehman discontinuity. Upper core and lower core ഇടയിലുള്ള discontinuity നമ്മൾ എന്ത് പറയുക, Lehman discontinuity എന്ന് പറയുക. And barysphere is sometimes used to refer the core of the earth or sometimes the whole interior. Okay, എർത്തിന്റെ കോറിനെയും അതേപോലെ തന്നെ ഹോൾ ഇന്റീരിയറിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ബാരിസ്ഫിയർ എന്ന്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് ഡിഫൈൻ ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് റിഗാർഡിംഗ് ദി എർത്ത് ഇന്റീരിയർ. ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് എർത്തിന്റെ ഇന്റീരിയറിൽ ഓരോ ടൈം ബൈ ടൈം വ്യത്യാസം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഡെപ്തിലേക്ക് പോകുന്തോറും ഓരോ ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോഴും എത്രത്തോളമാണ് ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി പോലുള്ള കാര്യങ്ങളിൽ മാറ്റം വരുന്നത്. ഹൗ ദി ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ഡെൻസിറ്റി വേരീസ് വെൻ വി ആർ മൂവിങ് ഇൻ ടു ദ എർത്ത് ഇന്റീരിയർ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ടെമ്പറേച്ചർ. ഓക്കെ, നമുക്ക് ടെമ്പറേച്ചർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. A rise in temperature with increase in depth is observed in mines and deep wells. Okay, നമ്മൾ താഴേക്ക് പോകുന്തോറും എന്താണ് പറയുന്നത്, we can see an increase in depth. ലേക്ക് നമ്മൾ പോകുന്തോറും എന്താണ്, റൈസ് ഇൻ ടെമ്പറേച്ചർ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഡെപ്തിലേക്ക് പോകുന്തോറും അവിടെ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ മൈൻസിലും അല്ലെങ്കിൽ ഡീപ്പ് വെൽസിലൊക്കെ നമ്മൾ താഴേക്ക് പോകുന്തോറും അവിടെ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് സംഭവിക്കുന്നുണ്ട്. So these evidences along with molten lava erupted from the earth's interior supports that the temperature increases towards the center of earth. അപ്പോൾ ഈ ഒരു ട്രെൻഡ്, അതായത് നമ്മൾ ഈ പറഞ്ഞ മൈൻസിലേക്കും ഡീപ്പ് വെൽസിലേക്ക് താഴേക്ക് പോകുമ്പോഴുള്ള വ്യത്യാസവും, എന്നാൽ അതിനൊപ്പം തന്നെ നമ്മൾ ആ ഒരു ലാവ അല്ലെങ്കിൽ മോൾട്ടൻ ലാവയുടെ എർത്തിലെ ഇന്റീരിയർ സർഫസിലേക്ക് വരുന്ന ആ ഒരു സംഭവം കൂടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, എർത്തിന്റെ ഇന്റീരിയറിലേക്ക് നമ്മൾ താഴേക്ക് പോകും തോറും ടെമ്പറേച്ചർ ഇൻക്രീസ് സംഭവിക്കും എന്നുള്ള കാര്യമാണ്. The different observations shows that the rate of temperature is not uniform from the surface towards the earth's center. It is faster at some places and slower at other places. അപ്പോൾ ആ ഒബ്സർവേഷൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എർത്തിന്റെ ഇന്റീരിയറിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് സംഭവിക്കുന്നുണ്ട് നമ്മൾ താഴേക്ക് പോകുന്തോറും. ഓക്കെ, താഴേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ ഇൻക്രീസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് സംഭവിക്കുമ്പോൾ ആ ടെമ്പറേച്ചർ ഇൻക്രീസ് എന്ന് പറയുന്നത് യൂണിഫോം അല്ല. ഓക്കെ, ഇത് ടെമ്പറേച്ചർ ഇൻക്രീസ് എന്ന് പറയുന്നത് യൂണിഫോം അല്ല. ആ താഴേക്ക് പോകുന്തോറും ചില സ്ഥലത്ത് പെട്ടെന്ന് കൂടുകയും ചില സ്ഥലത്ത് കുറേശ്ശെയുമാണ് കൂടുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എർത്തിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇന്റീരിയറിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ റേറ്റ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുന്നത് യൂണിഫോം അല്ല. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് താഴേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. റേറ്റ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുന്നത്
യൂണിഫോം അല്ല. റേറ്റ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുന്നത് യൂണിഫോം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എർത്തിന്റെ സർഫസിലുള്ള ടെമ്പറേച്ചർ ഇപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കാം. അത് സർഫസ് ഇറ്റ് ഈസ് 30 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഒരു 100 കിലോമീറ്റർ ഡെപ്തിലേക്ക് പോയി കഴിയുമ്പോൾ, ഓക്കെ, 100 കിലോമീറ്റർ ഡെപ്തിലേക്ക് പോകുമ്പോൾ അത് ചിലപ്പോൾ മേ ബി അറൌണ്ട് 600 ആയിരിക്കും. ഇത് എക്സാക്ട് വാല്യൂ അല്ല, ഞാനൊരു പറഞ്ഞു തരാൻ വേണ്ടി പറയണം. 600, അതായത് ഓൾമോസ്റ്റ് ഈ 100 കിലോമീറ്റർ 570 ഡിഗ്രി സെൽഷ്യസിന്റെ വ്യത്യാസം വന്നു. അത് ചിലപ്പോൾ 200 കിലോമീറ്റർ ഡെപ്തിലേക്ക് പോയി കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി സംവർ അറൌണ്ട് 1000. അപ്പോൾ ഇവിടെ ബേസിക്കലി എന്താണ് 400 ഡിഗ്രി സെൽഷ്യസിന്റെ വ്യത്യാസമാണ് വന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഡിക്രീസിങ് ട്രെൻഡ് ആണ്, പക്ഷേ ദി ടെമ്പറേച്ചർ ഈസ് ഓൾവേസ് ഓൺ ദി increasing trend. അപ്പോൾ അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. The different observations show that the rate of increase of temperature is not uniform from the surface towards the earth center. It is faster at some places and slower at other places. അത് ചില സ്ഥലത്ത് ഫാസ്റ്റർ ആണ്, ചില സ്ഥലത്ത് സ്ലോവർ ആണ്. ഇതാണ് റിഗാർഡിംഗ് ടെമ്പറേച്ചർ. And it is assumed that the rate of increase of temperature beneath the surface is decreasing towards the center. അപ്പോൾ അവിടെ കൃത്യമായി പറയുന്നു, ഡു നോട്ട് കൺഫ്യൂസ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ദി ടെമ്പറേച്ചർ ഈസ് ഓൾവേസ് ഇൻക്രീസിംഗ് ഫ്രം ദി എർത്ത് സർഫസ് ടുവേർഡ്സ് ദി സെന്റർ. ഓക്കെ, ടെമ്പറേച്ചർ എപ്പോഴും ഇൻക്രീസിംഗ് ആണ്, അപ്പോൾ റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻക്രീസിംഗ് അല്ല. ദി ടെമ്പറേച്ചർ അറ്റ് ദി സെന്റർ ഈസ് എസ്റ്റിമേറ്റഡ് ടു ലൈ സംവർ അറൌണ്ട് 3000 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 5000 ഡിഗ്രി സെൽഷ്യസ്. ആ സെന്ററിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി അറൌണ്ട് 3000 ഡിഗ്രി സെൽഷ്യസ് ടു 5000 ഡിഗ്രി സെൽഷ്യസ്. 3000 തൊട്ട് 5000 വരെയാണ് ബേസിക്കലി അത് ഉണ്ടാവുമെന്ന് പറയുന്നത്. മേ ബി ദാറ്റ് മച്ച് ഹയർ ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻസ് അണ്ടർ ഹൈ പ്രഷർ കണ്ടീഷൻസ്. ഓക്കെ, അത്രയും കൂടുതലായിരിക്കുവാൻ കാരണം എന്താണ്? അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് കാരണം. Even in such a high temperature also, the materials at the center of the earth are in solid state because of the heavy pressure of the overlying materials. അതായത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എർത്തിന്റെ ഏറ്റവും ഇന്റീരിയറിൽ കിടക്കുന്ന ഭാഗമാണ് നമ്മുടെ ഇന്നർ കോർ. ഓക്കെ, ആ ഇന്നർ കോർ എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിലായിരിക്കുവാൻ കാരണം, അതായത് ഇത്രയും ഹൈ ടെമ്പറേച്ചർ ആയിരുന്നിട്ട് കൂടി ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിലായിരിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇന്നർ കോർ ഇരിക്കുന്ന ഭാഗത്ത് ദി പ്രഷർ ഈസ് വെരി വെരി ഹൈ. അവിടെ എന്താണ്, ആ പ്രഷർ എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. ഇത്രയും ഹൈ പ്രഷർ വരുവാൻ കാരണം എന്താ? ഈ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ഇന്റീരിയറിൽ പോകുമ്പോൾ മുകളിലുള്ള വസ്തുക്കളുടെ വെയിറ്റ് വളരെ കൂടുതൽ വരികയാണ്. അപ്പോൾ കൂടുതൽ വെയിറ്റ് വരിക എന്ന് പറയുമ്പോൾ കൂടുതൽ പ്രഷർ അപ്ലൈഡ് ആവുക. അപ്പോൾ ഇത്രയും ഹൈ പ്രഷർ വരുന്നതുകൊണ്ടാണ് മേ ബി ആ എർത്തിന്റെ ഇന്റീരിയർ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുവാനുള്ള കാരണം, അല്ലെങ്കിൽ എർത്തിന്റെ ആ ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിൽ കാരണം അതുകൊണ്ടായിരിക്കാം എന്ന് പറയുന്നു. അടുത്തത് വി വിൽ സീ റിഗാർഡിംഗ് ദി പ്രഷർ. ഓക്കെ, ഹൗ പ്രഷർ വേരീസ്, എങ്ങനെയാണ് പ്രഷറിൽ മാറ്റം വരുന്നത് നോക്കാം. സോ ജസ്റ്റ് ലൈക്ക് ദി ടെമ്പറേച്ചർ, ദി പ്രഷർ ഈസ് ഓൾസോ ഇൻക്രീസിംഗ് ഫ്രം ദി സർഫസ് ടുവേർഡ് ദി സെന്റർ ഓഫ് എർത്ത്. ഓക്കെ, ടെമ്പറേച്ചർ പോലെ തന്നെ സർഫസിൽ നിന്ന് ഇന്റീരിയറിലേക്ക് പോകുമ്പോൾ പ്രഷറും ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, ടെമ്പറേച്ചർ പോലെ തന്നെ when we are moving from the surface to the interior, the pressure is also increased, and it is due to the huge weight of the overlying materials like rock. അത് എന്തുകൊണ്ടാണ് ഈ പ്രഷർ ഇത്ര കൂടുതൽ വരാൻ കാരണം? ആ റോക്ക് പോലുള്ള മെറ്റീരിയൽ ഓവർലൈങ് വെയിറ്റ് കാരണമാണ് എന്ത് പ്രഷർ ഇത്ര കൂടുതൽ വരാനുള്ള കാരണം. And it is estimated that in the deeper portions the pressure is tremendously high, which will be nearly 3 to 4 million times more than the pressure of the atmosphere at sea level. Okay, ആ ഡീപ്പർ പോർഷനിൽ പ്രഷർ എന്ന് പറയുന്നത് ട്രെമൻഡസ്ലി ഹൈ ആയിരിക്കും. അതായത് ഓൾമോസ്റ്റ് എർത്തിന്റെ മീൻ സീ ലെവലിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും 3 to 4 million ടൈംസ് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. 3 to 4 million ടൈംസ്. അപ്പോൾ ആ അത്രയും പ്രഷർ കൂടുതലാണ്. അതായത് നമ്മുടെ സർഫസിന് താഴേക്ക് വരുമ്പോൾ പ്രഷർ കൂടുകയാണ്, ആ ഡീപ്പർ പാർട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ. At high temperature, the materials beneath will melt towards the center part of the earth, but due to heavy pressure, these molten material acquire the property of solid and probably in a plastic state. അതായത് ഏറ്റവും താഴേക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ് നമ്മൾ പറഞ്ഞിരുന്നു. ടെമ്പറേച്ചർ കൂടുതലാണ്, അപ്പോൾ പൊതുവെ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ എർത്തിന്റെ ഇന്റീരിയറിൽ ഇന്നർ കോറിൽ വരുന്ന ഭാഗങ്ങൾ ബേസിക്കലി എന്താണ്, ലിക്വിഡായി മാറേണ്ടതാണ്. പക്ഷേ ഡ്യൂ ടു ദ ഹെവി പ്രഷർ ദേ ആർ സ്റ്റിൽ ഇൻ സോളിഡ് സ്റ്റേറ്റ്. ആ ഹെവി പ്രഷർ കാരണം അവരിപ്പോഴും സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പൊ ഇതാണ് പ്രഷറിന്റെ വേരിയേഷൻ. ഇനി സിമിലർലി തന്നെ വരുന്നതാണ് ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റിയുടെ വേരിയേഷൻ നമുക്ക് നോക്കാം. ഹൗ ഡെൻസിറ്റി വേരീസ്. സോ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പ്രഷർ ആൻഡ് പ്രസൻസ് ഓഫ് ഹെവിയർ മെറ്റീരിയൽ ലൈക്ക് നിക്കൽ ആൻഡ് അയൺ ടുവേർഡ്സ് ദി സെന്റർ, ദി ഡെൻസിറ്റി ഓഫ് ദി എർത്ത് ലെയർ ഓൾസോ ഗെറ്റ്സ് ഓൺ ഇൻക്രീസിംഗ് ടുവേർഡ്സ് ദി സെന്റർ.
നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല, ക്രസ്റ്റിൽ എത്രയാണ് 3 gram per centimeter cube ആണ്, മാന്റിലിൽ 3.3 to 5.4 gram per centimeter cube ആണ്, കോറിലാണെങ്കിൽ 9 to 14.5 gram per centimeter cube ആണ്. സോ ഒബ്വിയസ്ലി ഡെൻസിറ്റി എന്ന് പറയുന്നത് ക്രസ്റ്റ് മാറ്റിൽ കോറിലേക്ക് പോകുന്തോറും ഇറ്റ്സ് ഓൺ ആൻ ഇൻക്രീസിംഗ് ട്രെൻഡ്, അതൊരു ഇൻക്രീസിംഗ് ട്രെൻഡിലാണ് ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ ഇൻക്രീസിംഗ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വാല്യൂസ് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരിക്കും, നോർമലി ദി ഡെൻസിറ്റി ഓഫ് ദി കോർ ഈസ് 3 times greater than the density at the crust. 3 times എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശരിയാണോ തെറ്റോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ആലോചിച്ച് നോക്കൂ, 3ഉം ഇവിടെ 9ഉം ആണ് വരുന്നത്. സോ ഓൾമോസ്റ്റ് അങ്ങനെ 3 times എന്ന് നമുക്ക് പറയാം. The average density of the layers gets on increasing from the crust to core and it is nearly 14.5 gram per centimeter cube at the very center. Average density increasing ആണ് and അത് nearly 14.5 gram per centimeter cube ആണ് സെന്ററിൽ വരിക. So that is regarding the density. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് എർത്തിന്റെ ഇന്റീരിയറിനെ പറ്റി പഠിക്കുവാനുള്ളത്. ഓക്കെ, വളരെ ബേസിക് ആയിട്ട് തിങ്സ് റിഗാർഡിംഗ് ദി എർത്ത്സ് ഇന്റീരിയർ. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏകദേശം ഇത്രത്തോളം തന്നെ കാര്യങ്ങൾ മതിയാവും. ഇതിലും കൂടുതൽ ഡീറ്റെയിൽസിന്റെ ആവശ്യം വരുന്നില്ല. ഏകദേശം ഇത്രയും ഡീറ്റെയിൽസ് തന്നെ മതി റിഗാർഡിംഗ് ദി എർത്ത്സ് ഇന്റീരിയർ. ഓക്കെ, സോ എർത്തിന്റെ ഇന്റീരിയറിൽ തന്നെ വി നീഡ് ടു ആഡ് സംതിങ് എൽസ്. നമുക്ക് അതുമായി ബന്ധപ്പെടുത്തി തന്നെ ഒരു ടോപ്പിക് കൂടി നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് നോൺ ആസ് ദി കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. ഓക്കെ, ആ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിനെ പറ്റി ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ലിസൺ, അതായത് എർത്ത് ഫോം ചെയ്തത്, ഓക്കെ, നമുക്ക് ആ ഒരു ബിഗ് ബാങ് തിയറി ആണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ബിഗ് ബാങ് തിയറി പ്രകാരം എർത്ത് ഫോം ചെയ്തപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണുന്ന പ്രസന്റ് കണ്ടീഷൻ ഓഫ് എർത്ത് ആയിരുന്നില്ല അന്ന്. ഓക്കെ, എന്നും കാണുന്ന പ്രസന്റ് കണ്ടീഷൻ ആയിരുന്നില്ല. അല്ലെങ്കിൽ ഇന്ന് നമുക്ക് പറയാം 7 കോണ്ടിനെന്റ്സ് ഉണ്ട്, 5 ഓഷ്യൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും. സോ അതേപോലെ ആയിരുന്നില്ല എർത്ത് പണ്ട് എന്നും. ആ പണ്ടത്തെ ഫോമിൽ നിന്ന് എർത്ത് എങ്ങനെയാണ് ഇന്നത്തെ പോലെ 7 കോണ്ടിനെന്റ്സ് ഒക്കെ ആയിട്ട് മാറിയതും എന്ന് പറയുന്ന ഒരുപാട് തിയറീസ് മുന്നോട്ട് വന്നിരുന്നു. ഓക്കെ, അത്തരത്തെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ധാരാളം തിയറീസ് മുന്നോട്ട് വന്നിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം വന്ന തിയറികളിൽ ഒന്നാണ് ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യം വന്ന തിയറികളിൽ ഒന്നാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പറയുന്നത്. സോ ഇതിന് ശേഷം സീ ഫ്ലോർ സ്പ്രെഡിങ്, പ്ലേറ്റ് ടെക്ടോണിക് തിയറി പോലുള്ള തിയറീസ് വന്നിരുന്നാലും നമ്മൾ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് പറയുന്നതാണ് എന്ത്, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന്. ഇത് 1920s ഈ തിയറി പ്രൊപ്പോണ്ട് ചെയ്യപ്പെട്ടത്. അത് പ്രൊപ്പോണ്ട് ചെയ്ത ആളുടെ പേര് ആൽഫ്രഡ് വെഗ്നർ എന്നാണ്. ആൽഫ്രഡ് വെഗ്നർ ഈസ് ബേസിക്കലി എ ജർമ്മൻ ക്ലൈമറ്റോളജിസ്റ്റ്. ഓക്കെ, ഒരു ജർമ്മൻ ക്ലൈമറ്റോളജിസ്റ്റ് ആണ് ആൽഫ്രഡ് വെഗ്നർ. അദ്ദേഹമാണ് ഈ തിയറി മുന്നോട്ട് വെച്ചത്. അപ്പൊ നമുക്ക് എന്താണ് തിയറി നോക്കാം. ജസ്റ്റ് ഗിവ് മി എ സെക്കൻഡ്. ഓക്കെ, സോ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽഫ്രഡ് വെഗ്നർ, ദി ജർമ്മൻ ക്ലൈമറ്റോളജിസ്റ്റ്, ഹി കളക്റ്റഡ് റോക്ക് സാമ്പിൾസ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് അദ്ദേഹം ഒരുപാട് റോക്ക് സാമ്പിൾസ് കളക്ട് ചെയ്തു. ലോകത്തിന്റെ പല ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഇന്ന് കിടക്കുന്ന പോലുള്ള പല കോണ്ടിനെന്റ്സ് നിന്ന്, ഏഷ്യ, ആഫ്രിക്ക, അങ്ങനെ പല ഭാഗത്തു നിന്ന് റോക്ക് സാമ്പിൾസ് കളക്ട് ചെയ്തു. ഈ റോക്ക് സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് അദ്ദേഹം ആ റോക്ക് സാമ്പിൾസിന് മുകളിൽ ഒരുപാട് പഠനങ്ങളും റിസർച്ചും ഒക്കെ നടത്തി. അപ്പോൾ ബേസ്ഡ് ഓൺ ഹിസ് സ്റ്റഡീസ് ആൾക്ക് മനസ്സിലായ കാര്യം, അദ്ദേഹം കളക്ട് ചെയ്ത ഈ റോക്ക് സാമ്പിൾസ് എല്ലാം പണ്ട് എപ്പോഴോ ഏതോ ഒരു കാലഘട്ടത്തിൽ ഒരേ സമയത്ത് ഒരേ ക്ലൈമറ്റിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അതായത് അദ്ദേഹം കളക്ട് ചെയ്ത റോക്ക് സാമ്പിൾസ് പണ്ട് എപ്പോഴോ ഏതോ ഒരു സമയത്ത് ഒരേ ക്ലൈമറ്റിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരേ സമയത്ത് ഒരേ ക്ലൈമറ്റിൽ കൂടെ കടന്നു പോവുക, അതും ലോകത്തിന്റെ പല ഭാഗത്ത് നിന്ന് കളക്ട് ചെയ്ത റോക്ക് സാമ്പിൾസ്. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് 2 പോസിബിലിറ്റിയാണ് ഫീൽ ചെയ്തത്. ഒന്നുകിൽ ലോകത്തെല്ലായിടത്തും ഒരു സമയത്ത് ഒരേ ക്ലൈമറ്റ് ആയിരുന്നു, എന്നാൽ മാത്രമാണല്ലോ പല ഭാഗത്ത് കളക്ട് ചെയ്ത റോക്ക് സാമ്പിൾസ് ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഒരേ ക്ലൈമറ്റിൽ കടന്നു പോകാൻ സാധ്യതയുള്ളൂ ഒരേ സമയത്ത്. അപ്പോൾ ലോകത്തെല്ലായിടത്തും ഒരേ ക്ലൈമറ്റ് ആയിരുന്നു. അതാണ് ഒന്നാമത്തെ പോസിബിലിറ്റി. രണ്ടാമത്, ഇന്ന് പല ഭാഗത്തായിട്ട് കിടക്കുന്ന ഈ സ്ഥലങ്ങൾ, അതായത് റോക്ക് സാമ്പിൾസ് കളക്ട് ചെയ്ത സ്ഥലങ്ങൾ പണ്ട് ഒരുമിച്ച് ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ലോകത്തിന്റെ പല ഭാഗത്ത് കളക്ട് ചെയ്ത റോക്ക് സാമ്പിൾസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 1, 2, 3, 4, 5, ഓക്കെ, ഞാൻ 5 സ്ഥലത്ത് നിന്ന് റോക്ക് സാമ്പിൾസ് കളക്ട് ചെയ്യുന്ന വിചാരിക്കാം, 6. അപ്പോൾ ഈ 6 സ്ഥലത്ത് കളക്ട് ചെയ്ത റോക്ക് സാമ്പിൾസിനും ഒരേ സമയം ഒരേ ക്ലൈമറ്റിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ലോകമാണല്ലോ, അല്ലെങ്കിൽ എൻറ്റയർ വേൾഡ് ആണല്ലോ, ഇത് എല്ലായിടത്തും ഒരേ ക്ലൈമറ്റ് ആയിരിക്കുന്ന ഒരു പോസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ ഈ 5 സ്ഥലങ്ങൾ അല്ലെങ്കിൽ 6 സ്ഥലങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ചേർന്നിരിക്കുകയായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് ഒരേ ക്ലൈമറ്റുകൾ കടന്നു പോയതായിരിക്കാം. അങ്ങനെ രണ്ട് പോസിബിലിറ്റിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഓക്കെ, സോ അത്തരത്തിൽ രണ്ട് പോസിബിലിറ്റി അദ്ദേഹം മുന്നോട്ട് വെച്ചു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ലോകത്ത് എല്ലായിടത്തും ഒരേ സമയം ഒരേ ക്ലൈമറ്റ് എന്നുള്ളത് ബേസിക്കലി നമുക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. കാരണം എർത്ത് എന്ന് പറയുന്ന ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൈൻഡ് ആണ്. ഈ റെവല്യൂഷനും ഇൻക്ലിനേഷനും കാരണം സീസണൽ പാറ്റേൺസ് എന്തായാലും ഉണ്ടാവും. അത് ലോകത്ത് എല്ലായിടത്തും ഒരേ സമയം ഒരേ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കുകയില്ല. അപ്പോൾ രണ്ടാമത് പോസിബിലിറ്റി, അതായത് രണ്ടാമത് പറഞ്ഞ കാര്യം സംഭവിക്കാനാണ് സാധ്യത. എന്താണ് അദ്ദേഹം രണ്ടാമത് പറഞ്ഞത്? അതായത് ഈ പല ഭാഗത്ത് കിടക്കുന്ന ഇന്നത്തെ പ്രസന്റ് കോണ്ടിനൻസ് എല്ലാം പണ്ട് കൂടിച്ചേർന്ന് ഒരൊറ്റ സ്ഥലത്തായിരുന്നു എന്ന പോസിബിലിറ്റി. പണ്ട് പല ഭാഗത്ത് കിടക്കുന്ന ഈ കോണ്ടിനൻസ് കൂടിച്ചേർന്ന് ഒരു സ്ഥലത്തായിരുന്നുള്ള പോസിബിലിറ്റിയാണ് അദ്ദേഹം അപ്രൂവ് ചെയ്തത്. അപ്പോൾ അതിന്റെ ബേസിലാണ് ഈ കോണ്ടിനൽ ഡ്രിഫ്റ്റ് തിയറി മുന്നോട്ട് വന്നത്. അപ്പോൾ ഈ തിയറി പ്രകാരം ആൽഫ്രഡ് വെഗ്നർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ, ഏകദേശം 200-250 മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ, നമുക്ക് ലോകത്ത് ഇന്ന് കാണുന്ന പോലെ 7ഓളം കോണ്ടിനൻസ് ഉണ്ടായിരുന്നില്ല. അതിന് പകരം വി ഹാഡ് എ സിംഗിൾ സൂപ്പർ കോണ്ടിനെന്റ്. ഓക്കെ, ഇന്നത്തെ പോലെ 7 കോണ്ടിനൻസ് ഉണ്ടായിരുന്നില്ല, പകരം നമുക്കൊരു സിംഗിൾ സൂപ്പർ കോണ്ടിനെന്റ് ആണ് ഉണ്ടായിരുന്നത്. ആ സിംഗിൾ സൂപ്പർ കോണ്ടിനെന്റ് അദ്ദേഹം വിളിച്ച പേരാണ് പാൻജിയ. അതായത് ഇന്നത്തെ 7 കോണ്ടിനൻസ് ഉണ്ടായില്ല, അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒറ്റ കോണ്ടിനെന്റ് ആയിരുന്നു. അദ്ദേഹം വിളിച്ച പേര് പാൻജിയ എന്നാണ്. അപ്പോൾ ഈ 7 കോണ്ടിനൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ 5 ഓഷ്യൻസ് ഉള്ളത്, അല്ലെ? ഇപ്പൊ 7 എല്ലാം കൂടി ചേർന്ന് ഒരു ഒറ്റ എണ്ണമായിരുന്നെങ്കിൽ 5 ഓഷ്യൻസ് ഉണ്ടാവില്ല, പകരം ഒരു ഒറ്റ ഓഷ്യനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വെഗ്നർ പറഞ്ഞ പ്രകാരം ഹി ഹാഡ് എ സിംഗിൾ സൂപ്പർ ഓഷ്യൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് പാൻതലാസ. So we had a single super continent Pangea, single super ocean Panthalassa. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ സിംഗിൾ സൂപ്പർ കോണ്ടിനെന്റിൽ നിന്നാണ് ഇന്നത്തെ 7 കോണ്ടിനെന്റ് ഉണ്ടായെന്നാണ് വെഗ്നർ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു, ഈ പാൻജിയ എന്ന് പറയുന്ന ഈ സൂപ്പർ കോണ്ടിനെന്റ് ആദ്യം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ഈ വരയ്ക്കുന്ന പോലെ എക്സാക്ട്ലി 2 ഹാഫ് അല്ലെങ്കിൽ ആ ഒരു സർക്കിൾ ഷേപ്പ് അല്ല, അത് ഞാൻ ഫിഗറിൽ കാണിച്ചു തരാം. ബട്ട് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ അങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, he says that first the Pangea split into 2. അതിന്റെ northern part അദ്ദേഹം വിളിച്ച പേര്, it was called as Angara land. Northern part is called as Angara land or Laurasia. And southern part is known as Gondwana land. ഓക്കെ, സദേൺ പാർട്ട് ഇസ് നോട്ട് ഗോണ്ട്വാന ലാൻഡ്. നദേൺ പാർട്ട് നമ്മളെന്ത് പറയും? അങ്കാര ലാൻഡ് അഥവാ ലൊറേഷ്യ. സദേൺ പാർട്ട് നമ്മളെന്ത് പറയും? ഗോണ്ട്വാന ലാൻഡ്. അപ്പോൾ പാൻജിയ രണ്ടായിട്ട് മാറി, അങ്കാര ലാൻഡ്, ഗോണ്ട്വാന ലാൻഡ്. ഒരൊറ്റ ഓഷ്യൻ ഉണ്ടായിരുന്നു പാന്തലാസ. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു ഗ്യാപ്പ് വന്നപ്പോൾ ഒബ്വിയസ്ലി അതിനുള്ളിലേക്ക് ഓഷ്യൻ വാട്ടർ കയറാൻ സാധ്യതയുണ്ട്, അല്ലേ? ആ ഗ്യാപ്പ് വന്നപ്പോൾ അതിനുള്ളിലേക്ക് ഓഷ്യൻ വാട്ടർ കയറുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഓഷ്യൻ വാട്ടർ കയറിയിട്ട് അവിടെ ആ ഒരു അങ്കാര ലാൻഡിനെ ഗോണ്ട്വാന ലാൻഡിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഓഷ്യാനിക് ബോഡി അല്ലെ വാട്ടർ ബോഡി നമ്മൾ വിളിക്കുന്ന പേരാണ് തെത്തിസ് സീ. ഓക്കെ, ആ ഒരു ഓഷ്യാനിക് ബോഡി അല്ലെങ്കിൽ ആ ഒരു വാട്ടർ ബോഡി വിച്ച് സെപ്പറേറ്റ്സ് ദി അങ്കാര ലാൻഡ് ഓർ ലൊറേൻഷ്യ ലാൻഡ്, ദാറ്റ് ഈസ് നോൺ ആസ് ദി തെത്തിസ് സീ. അപ്പോൾ അങ്കാര ലാൻഡ് ഉണ്ട്, ഗോണ്ട്വാന ലാൻഡ് ഉണ്ട്, അതിന് സെപ്പറേറ്റ് തെത്തിസ് സീ ഉണ്ട്. അപ്പോൾ വെഗ്നർ പറയുന്നത് ഈ അങ്കാര ലാൻഡ് ഇപ്പൊ ആദ്യം ഈ പാൻജിയ എന്നുള്ള സ്പ്ലിറ്റ് ആയിട്ട് അങ്കാര ഗോണ്ട്വാനയായി സ്പ്ലിറ്റ് ചെയ്തെങ്കിൽ ഈ അങ്കാര ലാൻഡ് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രസന്റ് ഡേ കോണ്ടിനൻസ് ആയ നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ പോലെ ആയെന്നും, ഗോണ്ട്വാന ലാൻഡ് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ പോലുള്ള കോണ്ടിനൻസ് ഉണ്ടായെന്നും എന്നാണ്. അതായത് ആ സ്പ്ലിറ്റ് കണ്ടിന്യൂ ചെയ്ത് റിസൾട്ട് ആയിരുന്നു നമുക്ക് ഇന്ന് കറന്റ് ഡേ 7 കോണ്ടിനൻസ് ഉണ്ടായത്. ഇതാണ് ബേസിക്കലി ആൽഫ്രഡ് വെഗ്നർ ഈ തിയറി പ്രകാരം മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക. അക്കോർഡിംഗ് ടു കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി, there existed one big landmass which he called Pangea, which was covered by one big ocean called Panthalassa. Continental drift theory പ്രകാരം അവിടെ ഒരു വലിയ ലാൻഡ് മാസ് ഉണ്ടായിരുന്നു, അതിന്റെ പേരാണ് പാൻജിയ. അതേപോലെ തന്നെ അവിടെ വലിയൊരു ഓഷൻ ഉണ്ടായിരുന്നു, അതിന്റെ പേരാണ് പാന്തലാസ. A sea called Tethys Sea divided the Pangea into 2 huge land masses. Tethys Sea basically the Pangea രണ്ട് ലാൻഡ് മാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. ആൻഡ് ലൊറേൻഷ്യ ഓർ ലൊറേഷ്യ ടു ദ നോർത്ത് ആൻഡ് ഗോണ്ട്വാന ലാൻഡ് ടു ദ സൗത്ത് ഓഫ് തെത്തീസ്. ഓക്കെ, ആ തെത്തീസ് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു, പാൻജിയ രണ്ടായിട്ട്, ഒന്ന് ലൊറേഷ്യ നോർത്തിലേക്ക് ലൊറേഷ്യയും
രണ്ട് ഗോണ്ട്വാന ലാൻഡ് സൗത്തിലേക്കും. ആൻഡ് ദ ഡ്രിഫ്റ്റ് സ്റ്റാർട്ടഡ് അറൌണ്ട് 200 മില്യൺ ഇയേഴ്സ് അഗോ. ഏകദേശം 200 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഡ്രിഫ്റ്റ് തുടങ്ങിയത് എന്നും പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് വേർഡ്സിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഫിഗർ, ഈ ഒരു ഫിഗർ നോക്കി നിങ്ങൾക്ക് ബേസിക്കലി ആ ഒരു സ്പ്ലിറ്റിന്റെ കാര്യവും അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കിട്ടും. ഒന്ന് ശ്രദ്ധിക്കാം. ദ പാൻജിയ എന്ന് പറയുന്ന സിംഗിൾ സൂപ്പർ കോണ്ടിനെന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് പയ്യെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് തുടങ്ങുന്നു. ദ സെക്കൻഡ് ഫിഗർ എത്തിയപ്പോഴേക്കും രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് തുടങ്ങുന്നു. യു ക്യാൻ സീ ദ ലൊറേഷ്യ ടു ദ നോർത്ത് ആൻഡ് ഗോണ്ട്വാന ടു ദ സൗത്ത്. തേർഡ് ഫിഗർ ആയപ്പോഴേക്കും അത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. അഗെയിൻ ദ സ്പ്ലിറ്റ് ഈസ് കണ്ടിന്യൂയിങ്. അത് കഴിഞ്ഞ് ഫിഫ്ത്ത് ആകുമ്പോഴേക്കും ആ സ്പ്ലിറ്റ് മുഴുവനായിട്ട് അതിന്റെ റിസൾട്ടായിട്ട് നോർത്ത് അമേരിക്ക, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക പോലെയുള്ള 7 കോണ്ടിനെന്റ്സ് ആയിട്ട് മാറുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു തിയറിയുടെ ഒരു ബേസിക് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഫിഗർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദിസ് ഇസ് ദ ഫിഗർ ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദി തിയറി. നേരത്തെ പറഞ്ഞ തിയറിയെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നു. ഇതാണ് സംഭവം. അപ്പോൾ ഇത്തരത്തിലൊരു തിയറി, ഇപ്പൊ ആൽഫ്രഡ് വെഗ്നർ ഒരാൾ ഇത്തരത്തിൽ തിയറി മുന്നോട്ട് വയ്ക്കുമ്പോൾ വെറുതെ തിയറി ഇങ്ങനെയാണോ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അപ്പോൾ ഇങ്ങനെ കോണ്ടിനെന്റ്സ് മൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ ഹി ഈസ് സപ്പോസ് ടു എക്സ്പ്ലെയിൻ വാട്ട് കോസസ് ദിസ് മൂവ്മെന്റ്. എന്താണ് ഈ മൂവ്മെന്റിന് കാരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മൂവ്മെന്റ് ഉണ്ടാവുന്നത്, അത് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഈ മൂവ്മെന്റ് ഉണ്ടായി എന്ന് കാണിക്കുന്ന പ്രൂഫുകൾ കാണിക്കാനും അദ്ദേഹം ബാധ്യസ്ഥനാണ്. അപ്പോൾ അങ്ങനെ വാട്ട് കോസസ് ദ മൂവ്മെന്റ് എന്ന കാര്യവും അല്ലെങ്കിൽ അതിന്റെ പ്രൂഫും വച്ച് കഴിയുമ്പോഴാണ് ബേസിക്കലി സയന്റിഫിക് വേൾഡ് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്, ഇതിന്റെ ആക്സെപ്റ്റൻസ് വരുന്നത്. സോ ഇതാണ് ബേസിക്കലി എന്താ ഈ കോണ്ടന്റ് ഡ്രിഫ്റ്റിന്റെ ബേസിക് ആയ കാര്യം. സോ നൗ വി വിൽ സി വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദി ഡ്രിഫ്റ്റിംഗ് അക്കോർഡിംഗ് ടു ആൽഫ്രഡ് വെഗ്നർ. ആൽഫ്രഡ് വെഗ്നറിനെ സംബന്ധിച്ചോളം ആ ഡ്രിഫ്റ്റിങ്ങിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, വിൽ സി വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദി ഡ്രിഫ്റ്റിംഗ്. ശ്രദ്ധിക്കുക. അക്കോർഡിംഗ് ടു വെഗ്നർ ദ ഡ്രിഫ്റ്റ് വാസ് ഇൻ 2 directions. വെഗ്നർ പറഞ്ഞത് പ്രകാരം 2 ഡയറക്ഷൻസിലാണ് ആ ഡ്രിഫ്റ്റ് സംഭവിക്കുന്നുണ്ടായത്. 2 ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഇക്വേറ്റർ വേർഡ്സ്, മറ്റൊന്ന് വെസ്റ്റ് വേർഡ്സ്. അതായത് ഒരെണ്ണം ഇക്വേറ്ററിന്റെ ഭാഗത്തേക്കും, ഒരു ഡയറക്ഷൻ ഒന്നെന്ന് പറയുന്നത് ഇക്വേറ്ററിന്റെ ഭാഗത്തേക്കും, മറ്റൊന്ന് ടുവേർഡ്സ് ദ വെസ്റ്റിലേക്കും. ഇക്വേറ്ററിന്റെ ഭാഗത്തേക്കുള്ള മൂവ്മെന്റിന് കാരണമായിട്ട് പറയപ്പെടുന്നത് ഇന്ററാക്ഷൻ ഓഫ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, ഗ്രാവിറ്റി ഇസ് ഫോഴ്സ് ഇൻ ഇന്ററാക്ഷൻ. അതേപോലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കോസ്ഡ് ബൈ എർത്ത് റൊട്ടേഷൻ, എർത്തിന്റെ റൊട്ടേഷൻ കാരണമുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതേപോലെ ബയോഎൻസി. ബയോഎൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ വെള്ളത്തിൽ ഒരു വസ്തു ഇടുമ്പോൾ പൊട്ടി കിടക്കും അല്ലെ, ഒരു അത്രസ്റ്റ് ഉണ്ടാവും, അതിനാണ് ബയോഎൻസി എന്ന് പറയാം. സോ ഗ്രാവിറ്റി ഫോഴ്സിന്റെ ഇന്ററാക്ഷനും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എർത്തിന്റെ റൊട്ടേഷനും ബയോഎൻസിയുമാണ് എന്ത് ഇക്വേറ്റർ വേർഡ് മൂവ്മെന്റ്സ് ഉണ്ടാക്കുന്ന കാരണം. നേരെ മറിച്ച് വെസ്റ്റ് വേർഡ് മൂവ്മെന്റ്സ് ഉണ്ടാക്കാനുള്ള കാരണം എർത്ത് മോഷൻ, എർത്തിന്റെ മോഷൻ അല്ലെങ്കിൽ എർത്തിന്റെ മൂവ്മെന്റ്, അതായത് എർത്ത് ഇസ് റൊട്ടേറ്റിംഗ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, അതൊരു കാരണമായിട്ട് പറയുന്നു. ആൻഡ് ഓൾസോ ടൈഡൽ കറന്റ്സ് ദാറ്റ് ആക്ട് ബിറ്റ്വീൻ ഈസ്റ്റ് ടു വെസ്റ്റ് അക്കോർഡിംഗ് ടു വെഗ്നർ. അപ്പോൾ 2 മൂവ്മെന്റ്, ഇക്വേറ്റർ വേർഡ് മൂവ്മെന്റും വെസ്റ്റ് വേർഡ് മൂവ്മെന്റും. ഇക്വേറ്റർ വേർഡ് മൂവ്മെന്റിന് കാരണം എന്താണ്, ഈ പറയുന്ന ഫോഴ്സസ് ഓഫ് ഗ്രാവിറ്റി, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ബയോഎൻസി ആണെങ്കിൽ വെസ്റ്റ് വേർഡ് മൂവ്മെന്റിന് കാരണം എർത്തിന്റെ മോഷൻ ഒക്കെയാണ്. ആൻഡ് വെഗ്നർ ഓൾസോ സജസ്റ്റഡ് ദ ടൈഡൽ ഫോഴ്സ്, അതായത് ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് സൺ, pull of moon and to lesser extent the sun also played a major role. Okay, gravitational pull of സണ്ണും മൂണും ഇതിലൊരു മേജർ റോൾ. അപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം ഫാക്ടേഴ്സ് കാരണമാണ് ഈ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത് എന്നാണ് ബേസിക്കലി എന്ത് ആൽഫ്രഡ് വെഗ്നർ പറയുന്നത്. ആൻഡ് ഈസ് ഓൾസോ സേ ദാറ്റ് ദീസ് ഫോഴ്സ് വുഡ് ബി എഫക്റ്റീവ് വെൻ അപ്ലൈഡ് ഓവർ മെനി മില്യൺ ഇയേഴ്സ് ആൻഡ് ഡ്രിഫ്റ്റ് ഈസ് കണ്ടിന്യൂയിങ്. ഈ ഫോഴ്സ് ബേസിക്കലി അപ്ലൈഡ് ആവുന്നത് ഒരുപാട് കാലം ഈ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോഴും അതിന്റെ റിസൾട്ടായിട്ട് തുടങ്ങി വെച്ച മൂവ്മെന്റ് ഇന്നും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ദാറ്റ് മീൻസ് ടുഡേ ഓൾസോ ദിസ് പർട്ടിക്കുലർ ഡ്രിഫ്റ്റ് ഈസ് ഹാപ്പനിങ് എന്നാണ് ആൽഫ്രഡ് വെഗ്നർ പറയുന്നത്. ഓക്കെ, ദിസ് ഡ്രിഫ്റ്റ് ഈസ് സ്റ്റിൽ കണ്ടിന്യൂയിങ് എന്നാണ് വെഗ്നർ പറയുന്നത്. ഓക്കെ, സോ അത്തരത്തിൽ വെഗ്നർ ഈ ഡ്രിഫ്റ്റിന് കാരണമാകുന്ന ഫോഴ്സസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. നൗ ഹി നീഡ് ടു എക്സ്പ്ലെയിൻ ദ എവിഡൻസസ്, അതായത് ഈ ഒരു ഇങ്ങനൊരു മൂവ്മെന്റ് ഉണ്ടായെന്നും അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ഉണ്ടായെന്നതും എന്ന് പറയുന്ന തെളിവുകൾ മുന്നോട്ട് വയ്ക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. സോ വിൽ സി വാട്ട് ആർ ദി എവിഡൻസസ് വിച്ച് വാസ് പുട്ട് ഫോർവേഡ് ബൈ വെഗ്നർ ഇൻ സപ്പോർട്ട് ഓഫ് ദി ഡ്രിഫ്റ്റ്. ഡ്രിഫ്റ്റിന് സപ്പോർട്ടായിട്ട് വെഗ്നർ മുന്നോട്ട് വെച്ച എവിഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത്, ഓക്കെ, ദ ഫസ്റ്റ് തിങ് ഈസ് ദി ജിഗ്സോ ഫിറ്റ്. ഓക്കെ, ജിഗ്സോ ഫിറ്റ് ആണ് ഇതിൽ ഫസ്റ്റ് വരുന്ന സംഭവം. ഓക്കെ, ജിഗ്സോ ഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിൽ പസിൽസ് ഒക്കെ കളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾ ഈ പസിൽസ് കളിക്കുന്ന പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഒരു വലിയ പീസ്, വലിയ പിക്ചർ, ഇറ്റ് വിൽ ബി ബ്രോക്കൺ ടു സ്മോളർ പീസസ്.
നമുക്ക് ആ പീസസ് എല്ലാം ചേർത്ത് വെച്ചാൽ വലിയ പിക്ചർ ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം. അതാണ് പസിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ നോക്കുന്ന അദ്ദേഹം പറയുന്നത് ഈ എർത്തിലെ പല കോണ്ടിനെന്റ്സിന്റെയും കോസ്റ്റൽ റീജിയൻ നോക്കുകയാണെങ്കിൽ അവരുടെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ദേ ആർ ബ്രോക്കൺ ഫ്രം എ സിംഗിൾ പീസ്. ഒരു സിംഗിൾ പീസിന് ബ്രേക്ക് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത പോലെയാണ്, അല്ലെങ്കിൽ അവരെ ചേർത്ത് വെച്ചാൽ എപ്പോഴും ഫിറ്റ് ആയിരിക്കുന്ന പോലെയാണ് പല കോണ്ടിനെന്റ്സിന്റെയും കോസ്റ്റൽ ബൗണ്ടറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, സൗത്ത് അമേരിക്കയുടെ ഈസ്റ്റേൺ പാർട്ടും ആഫ്രിക്കയുടെ വെസ്റ്റേൺ പാർട്ടും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ദേ സിംപ്ലി ഫിറ്റ്സ് ടുഗദർ, കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന പോലെയല്ലേ. അപ്പോൾ അങ്ങനെ വരുവാൻ കാരണം ഈ സൗത്ത് അമേരിക്കയും ആഫ്രിക്കയും ഒരുമിച്ചായിരുന്നുവെന്നും അവിടുന്ന് സെപ്പറേറ്റ് റിസൾട്ട് ആയിട്ടാണ് ആ കറക്റ്റ് ഷേപ്പ് അവരുടെ സൈസിലേക്ക് വരുവാനും കാരണം എന്നാണ് പറയപ്പെടുന്നത്. സോ ദാറ്റ് ഈസ് ബേസിക്കലി ദി ജിഗ്സ് ഓഫ് ഫിറ്റ്. ആ ജിഗ്സ് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത് അവർ ഒരുമിച്ചായിരുന്നു അല്ലെങ്കിൽ പിന്നീട് അവർ സെപ്പറേറ്റ് ആയി പോയി എന്ന് പറയുന്നത് അവരുടെ ഷേപ്പ്, കോസ്റ്റൽ റീജിയന്റെ ഷേപ്പിന്റെ ബേസിലാണ് ഈ ജിഗ്സ് ഓഫ് ഫിറ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത്. രണ്ടാമത് അപ്പാരന്റ് അഫിനിറ്റി ഓഫ് ഫിസിക്കൽ ഫീച്ചേഴ്സ്, അതായത് ഫിസിക്കൽ ഫീച്ചേഴ്സിന്റെ ഫോർമേഷന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഓൾഡ് ഫോൾഡ് മൗണ്ടൈൻസ് നോക്കുകയാണെങ്കിൽ, അതായത് ഓൾഡ് മൗണ്ടൈൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഫിഗറിലേക്ക് ശ്രദ്ധിക്കാം. ഈ ഷെയ്ഡഡ് റീജിയൻ, ഓക്കെ, ഈ ഷെയ്ഡഡ് റീജിയൻ കാണിക്കുന്നത് ഓൾഡ് ഫോൾഡ് മൗണ്ടൈൻസ് ആണ്. ഓൾഡ് അല്ല, വെരി ഓൾഡ് അല്ലെങ്കിൽ ഏൻഷ്യന്റ് ഫോൾഡ് മൗണ്ടൈൻസ് പറയാം. അതായത് ഏകദേശം 200 മില്യൺ വർഷത്തെ സമയത്തൊക്കെ തുടങ്ങിയ ഫോൾഡ് മൗണ്ടൈൻസ്. അപ്പോൾ ഇന്നത് പല ക്വാഡ്രൻസിലായിട്ട് കിടക്കുന്നു, ഏഷ്യ, യൂറോപ്പ്, മേ ബി ആഫ്രിക്ക, നോർത്ത് അമേരിക്ക ഒക്കെ ആയിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് പണ്ട് നമ്മളുടെ കോണ്ടിനെന്റ്സ് ഒക്കെ ഒരുമിച്ചായിരുന്നപ്പോൾ ഫോം ചെയ്ത ഒരു സിംഗിൾ റണ്ണിങ് ഓഫ് മൗണ്ടെയിൻ റേഞ്ചസ് ആണെന്നും പിന്നീട് ആ സ്പ്ലിറ്റ് സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ പോലെ സെപ്പറേറ്റഡ് ആയിട്ട് പല കോണ്ടിനെന്റ്സിലേക്ക് ആയി പോയതുമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇന്നും ആ ഒരു സ്ട്രേറ്റ് ലൈനിന്റെ ഫീൽഡിൽ നമുക്ക് കിട്ടുന്നതെന്നും ആൽഫ്രഡ് വെഗ്നർ പറയുന്നു. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി അപ്പാരന്റ് അഫിനിറ്റി ഓഫ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. അതാണ് അപ്പാരന്റ് അഫിനിറ്റി ഓഫ് ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്നുള്ളൊരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തിയറിയിൽ വരുന്ന കാര്യങ്ങൾ. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോസിൽസ് ആൻഡ് ബൊട്ടാനിക്കൽ എവിഡൻസസ്. ഓക്കെ, ഫോസിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെഡ് ആനിമൽസിന്റെ റിമെയിൻസിനെയാണ്, അല്ലെങ്കിൽ മരിച്ചുപോയ ചത്തുപോയ ആനിമൽസിനെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ചത്തുപോയ തന്നെ ഭൂമിയുടെ ഇടയിൽ അവരുടെ റിമെയിൻസ്, അവരുടെ അസ്ഥികൂടവും ബാക്കിയൊക്കെ നമ്മൾ ഡിഗ് ചെയ്തെടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ഫോസിൽസ് എന്ന് പറയുക. അപ്പോൾ വെഗ്നർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആനിമൽസിന്റെ സ്പീഷീസ് പല കോണ്ടിനെന്റ്സിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പറയുന്ന ലിസ്ട്രോസോറസ് എന്ന് പറയുന്ന ആനിമൽ, പണ്ടത്തെ ഒരു റെപ്റ്റൈൽ ആണെന്ന് പറയുന്നത് ലിസ്ട്രോസോറസ്. ലിസ്ട്രോസോറസിന്റെ ഫോസിൽ ബേസിക്കലി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അന്റാർട്ടിക്ക ഭാഗത്തു നിന്നും ഒരേപോലെ കണ്ടെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മേസോസോറസ് എന്ന് പറയുന്നതിനെ സൗത്ത് അമേരിക്കയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്, അതായത് അവരുടെ റിമെയിൻസ്. അപ്പോൾ വെഗ്നർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനിമൽസ് ഒക്കെ ഈ ഡ്രിഫ്റ്റ് സംഭവിക്കുന്നതിന് മുമ്പ് ലോകം ഒരു ഒറ്റ കോണ്ടിനെന്റ് ആയി കിടന്നപ്പോൾ അതിനുള്ളിൽ ഫ്രീലി ഫ്ലോട്ടിങ് അല്ലെങ്കിൽ ഫ്രീലി റോമിംഗ് ആയിരുന്നുവെന്നും അപ്പോൾ അതിനുശേഷം അവർ ഡെഡ് ആയ ശേഷം ഫോസിലായി മാറിയ ശേഷമാണ് ഈ ഡ്രിഫ്റ്റ് സംഭവിച്ച് പല ഭാഗത്തേക്ക് നമ്മളുടെ കോണ്ടിനെന്റ്സ് പോയതെന്നും അതുകൊണ്ടാണ് ഇന്നത്തെ പോലെ പല ഭാഗത്തേക്ക് ആ ഫോസിൽസ് കിടക്കുവാൻ കാരണമെന്നും അദ്ദേഹം പറയുന്നു. ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോസിൽസ് ആൻഡ് ബൊട്ടാനിക്കൽ എവിഡൻസസ്. അടുത്തത് റോക്സ് ഫ്രം സെയിം ഏജസ് അക്രോസ് ദി ഓഷ്യൻസ്. അതായത് ഒരേ ഏജിലുള്ള അല്ലെങ്കിൽ ഒരേ സമയം ഫോം ചെയ്തപ്പെടും എന്ന് വിശ്വസിക്കുന്ന റോക്സ് പല ഓഷ്യൻസിന്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ വെസ്റ്റ് ആഫ്രിക്കയിലും ഈസ്റ്റേൺ സൗത്ത് അമേരിക്കയിലും, അതായത് ബ്രസീലിലും വെസ്റ്റേൺ ആഫ്രിക്കൻ സമയങ്ങളിലും നമുക്ക് സെയിം ഏജസിലുള്ള അല്ലെങ്കിൽ സെയിം പ്രായത്തിലുള്ള റോക്ക് ഡെപ്പോസിറ്റ്സ് നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ പ്ലേസർ ഡെപ്പോസിറ്റ്സ്, അതായത് ഗോൾഡിന്റെ ഒക്കെ ഡെപ്പോസിറ്റ്സ് നോക്കുകയാണെങ്കിൽ ബേസിക്കലി നമുക്കറിയാം ഈ മാപ്പ്, വേൾഡ് മാപ്പ് നോക്കുകയാണെങ്കിൽ ബ്രസീലിൽ ധാരാളമായ ഗോൾഡ് ഡെപ്പോസിറ്റ്സ് കാണാം. അതേപോലെ തന്നെ ഇവിടെ ഘാന കോസ്റ്റിൽ ധാരാളമായ ഗോൾഡ് ഡെപ്പോസിറ്റ്സ് കാണാം. അപ്പോൾ ഇതൊക്കെ ഒരു സിംഗിൾ ഗോൾഡ് ഡെപ്പോസിറ്റിന്റെ ഭാഗമായിരുന്നുവെന്നും സ്പ്ലിറ്റ് ചെയ്ത് പോയതുകൊണ്ട് ഇന്ന് പല കോണ്ടിനെന്റ്സിൽ കിടക്കുന്നതുമായെന്നാണ് വെഗ്നർ പറയുന്നത്. സോ ഇത്തരത്തിലുള്ള പ്രൂഫുകളാണ് വെഗ്നർ തന്റെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയായിരുന്നു? ജിഗ്സ് ഓഫ് ഇറ്റ്, അപ്പാരന്റ് അഫിനിറ്റി ഓഫ് ഫിസിക്കൽ ഫീച്ചേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോസിൽസ് ആൻഡ് ബൊട്ടാനിക്കൽ എവിഡൻസസ്, ആൻഡ് റോക്സ് ഓഫ് സെയിം ഏജ് അക്രോസ് ദി ഓഷ്യൻസ് ആൻഡ് പ്ലേസർ ഡെപ്പോസിറ്റ്സ്. ഇത്തരത്തിലുള്ള പ്രൂഫുകളാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ടായത്. ഇനി ഇത്തരത്തിലുള്ള പ്രൂഫുകൾ മുന്നോട്ട് വെച്ചിട്ട് വി വിൽ സി വാട്ട് ആർ ദി ഡ്രോബാക്സ് ഓൺ ദി കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയിൽ വരുന്ന മേജർ ഡ്രോബാക്സ്, അല്ലെങ്കിൽ ഇതിന് ശേഷം ഇത്തരത്തിൽ പ്രൂഫുകൾ നമുക്ക് മുന്നോട്ട് വെച്ച ശേഷം കുറച്ച് കാലത്തിന് ശേഷം ധാരാളം ക്രിറ്റിസിസം നേരിടേണ്ടി വന്നിരുന്നു. അത് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയിൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ധാരാളം ക്രിറ്റിസിസം. അപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ട ഇമ്പോർട്ടന്റ് ഡ്രോബാക്സ്, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയുടെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം.
അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് ആ ഡ്രോബാക്സിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പറയാവുന്നതാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രൂഫുകൾ എന്ന് പറയുന്നത് ബേസിക്കലി അതിൽ കുറച്ച് അസംപ്റ്റിക് ഉണ്ട്, അല്ലെ കുറച്ച് അസംപ്ഷൻസ് വരുന്നതാണ്. നമുക്ക് കൃത്യമായി ജനറലിസ്റ്റിക് ആയ കാര്യങ്ങളാണ്, നമുക്ക് എക്സാക്ട് ആയിട്ട് പറയാൻ പറ്റുന്നതല്ല ഒട്ടുമിക്ക പ്രൂഫുകളും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രോബാക്സ് നോക്കാം. ഡ്രോബാക്സ്: Wegner failed to explain while the drift began only in a particular time and not before. അതായത് 200 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഡ്രിഫ്റ്റ് തുടങ്ങിയതെന്ന് വെഗ്നർ പറയുന്നു. എന്നാൽ ആ 200 മില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ള സമയങ്ങളിൽ ഈ കോണ്ടിനെന്റ്സിനെ ഒരുമിച്ച് പിടിച്ചു നിർത്തിയ ഫോഴ്സ് എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് 200 മില്യൺ വർഷങ്ങൾ വരെ അത് ഡ്രിഫ്റ്റ് ചെയ്ത് പോവാതിരുന്നത്, അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻ ഇൻ ദാറ്റ് 200 മില്യൺ ഇയേഴ്സ് ബിഫോർ ടൈം പീരീഡ് ആ ഒരു ഡ്രിഫ്റ്റ് തുടങ്ങുവാനായിട്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് വെഗ്നറിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ട് ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഡ്രിഫ്റ്റ് സംഭവിച്ചെന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അത് ബേസിക്കലി ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാം. 2, ദ തിയറി ഡസ് നോട്ട് കൺസിഡർ ഓഷ്യൻസ്. അതായത് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയിൽ കോണ്ടിനെന്റിന്റെ മൂവ്മെന്റിനെ പറ്റി മാത്രമാണ് പറയുന്നത്. തെറ്റിസീനെ പറ്റി പറയുന്നുണ്ടെങ്കിലും ആ കോണ്ടിനെന്റൽ പ്ലേറ്റ് അല്ലെങ്കിൽ ഓഷ്യൻ പ്ലേറ്റ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ ഓഷ്യൻസിന്റെ മൂവ്മെന്റിനെ അവിടെ ബേസിക്കലി കൺസിഡർ ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അതൊരു സംഭവമാണ്. ദാറ്റ് മീൻസ് ദ തിയറി ഈസ് നോട്ട് കൺസിഡറിങ് ഓഷ്യൻസ്. അത് രണ്ടാമത്തെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാം. 3, ദ പ്രൂഫ്സ് ഹെവിലി ഡിപ്പെൻഡ് ഓൺ അസംപ്ഷൻസ് ദാറ്റ് ആർ ജനറലിസ്റ്റിക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രൂഫുകൾ എന്ന് പറയുന്നത് കൂടുതൽ അസംപ്ഷൻസ് ആണ്, ജനറലിസ്റ്റിക് ആണ്. അത് നമുക്ക് കൃത്യമായിട്ട് ഒരു എക്സാക്ട്ലി സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജിഗ്സോ ഫിറ്റ് എന്നൊരു എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ പ്രൂഫ് പറഞ്ഞു. അതായത് സൗത്ത് അമേരിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റും നമ്മുടെ ആഫ്രിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റും തമ്മിലുള്ള ആ ഒരു സിമിലാരിറ്റി, അത് നമുക്ക് കംപ്ലീറ്റ്ലി ആ ഡ്രിഫ്റ്റ് കാരണം സംഭവിച്ചാണ് 100% ഉറപ്പിൽ പറയാൻ പറ്റില്ല. മേ ബി കോസ്റ്റൽ ഇറോഷൻ വന്നപ്പോൾ കോയിൻസിഡൻസ് ആയിട്ട് സെയിം ഷേപ്പിൽ വന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് അങ്ങനെ പറയുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അത്തരത്തിലാണ് എല്ലാ പ്രൂഫുകളിലും ഒരു അസംപ്റ്റീവ് നേച്ചർ ഉണ്ട്, നമുക്ക് അത് കൃത്യമായിട്ട് പറയുവാൻ പറ്റില്ല. അപ്പോൾ അതാണ് അടുത്തൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ക്രിറ്റിസിസം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്രിറ്റിസിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോണ്ടിനെന്റ്സ് മൂവ് ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുവാൻ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞ ഫോഴ്സുകൾ അത് ആക്ച്വലി അത്ര വേർത്തല്ല. കാരണം നോക്കുക, ഫോഴ്സസ് ലൈക്ക് ബയോഎൻസി, ടൈഡൽ കറൻസ് ആൻഡ് ഗ്രാവിറ്റി ആർ ടു വീക്ക് ടു ഏബിൾ ടു മൂവ് കോണ്ടിനെന്റ്സ്. ഓക്കെ, ബയോഎൻസിയും ടൈഡൽ കറൻസും ഗ്രാവിറ്റിയും എല്ലാം കോണ്ടിനെന്റ്സിനെ മൂവ് ചെയ്യിക്കുവാൻ പാകത്തിന് സ്ട്രോങ് അല്ല. ഓക്കെ, അത് അതിനേക്കാൾ വീക്ക് ആണ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ടു വീക്ക് ടു ബി ഏബിൾ ടു മൂവ് കോണ്ടിനെന്റ്സ് മൂവ് ചെയ്യിക്കാൻ പാകത്തിന് അത് സ്ട്രോങ് അല്ല, വീക്ക് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച കോഴ്സുകൾ അല്ലെങ്കിൽ ഫോഴ്സുകളിൽ ഒന്നാണ് എർത്തിന്റെ റൊട്ടേഷൻ എന്നൊക്കെ പറയുന്നത്, അല്ലെ? എർത്തിന്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ സണ്ണിന്റെ ഗ്രാവിറ്റേഷണൽ പുൾ, സണ്ണിന്റെ മൂണിന്റെ ഗ്രാവിറ്റേഷണൽ പുൾ. സണ്ണിന്റെയും മൂണിന്റെയും ഗ്രാവിറ്റേഷണൽ പുള്ള് ഇവിടെ ഫ്രീലി ഫ്ലോട്ടിംഗ് ആയ വാട്ടറിൽ മാറ്റം വരുത്തും. ഇത്രയും വലിയ കോണ്ടിനെന്റ്സ് മൂവ് ചെയ്യിക്കാൻ പാകത്തിനായി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ എർത്തിന്റെ റൊട്ടേഷന്റെ കേസ് അദ്ദേഹം പറഞ്ഞിരുന്നു. എർത്തിന്റെ റൊട്ടേഷൻ കാരണം ഇവിടുത്തെ കോണ്ടിനെന്റ്സ് മൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ Earth should be rotating at least 10,000 times faster. അത് ഇപ്പോഴേക്കാൾ 10,000 മടങ്ങെങ്കിലും സ്പീഡിൽ കറങ്ങിയാൽ മാത്രമാണ് ഈ കോണ്ടിനെന്റ്സിന് മൂവ് ചെയ്യിക്കാൻ പാകത്തിന് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ 10,000 മടങ്ങ് സ്പീഡിൽ കറങ്ങുകയാണെങ്കിൽ ബേസിക്കലി ഇവിടെ ലൈഫും ഒന്നും തന്നെ ബാക്കി ഉണ്ടാവുകയില്ല. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ ഡ്രോബാക്സ് ആയിട്ട് കോണ്ടിനൽ ഡ്രിഫ്റ്റ് തിയറിയുടെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോണ്ടിനൽ ഡ്രിഫ്റ്റ് തിയറിക്ക് ശേഷം വന്ന തിയറികളിൽ ഒരുപാട് ഈ പറഞ്ഞ ക്രിറ്റിസിസം ഒക്കെ ഒരുപാട് ഓവർകം ചെയ്ത് വരുവാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഇതിന് ശേഷം തിയറീസ് വന്നിട്ടുണ്ട്, നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. കോണ്ടിനൽ ഡ്രിഫ്റ്റ് തിയറിക്ക് ശേഷമുള്ള തിയറികൾ നമ്മൾ പ്ലസ് ക്ലാസ്സിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത്തരത്തിൽ ഇതല്ലാതെ ഇതിന് ശേഷമുള്ള തിയറികളിൽ അവിടെ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ടെങ്കിലും ഈ കോണ്ടിനൽ ഡ്രിഫ്റ്റ് തിയറിയിൽ വെഗ്നർ പറഞ്ഞ ആ ഒരു എക്സിസ്റ്റൻസ് ഓഫ് പാൻജിയ എന്നുള്ളതും ആ ഡ്രിഫ്റ്റിന്റെ അല്ലെങ്കിൽ ആ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ബേസിക്കലി ആക്സെപ്റ്റഡ് ആണ്. ആ ഒരു കോണ്ടിനെന്റ്സ് മൂവ് ചെയ്യുന്നു പറയുന്നതും പാൻജിയ എന്നുള്ള കാര്യമൊക്കെ ആക്സെപ്റ്റഡ് ആണ്. പക്ഷേ ആ മൂവ്മെന്റിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് ആയിട്ട് വെഗ്നർ പറഞ്ഞ കാര്യങ്ങൾ ബേസിക്കലി ഇറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റഡ്. സോ അതാണ് അവിടെ ബേസിക് ആയിട്ട് ഒരു വ്യത്യാസം വരുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ മോഡേൺ തിയറി ആക്സെപ്റ്റ് the existence of Pangea and related landmass but gave a very different explanation to the cause of drift. അവർ ബേസിക്കലി അത് ആക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിലും ആ ഡ്രിഫ്റ്റിന്റെ കോസിന് വേറെ മറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് അവർ മുന്നോട്ട് തന്നത്. നമുക്കിനി നമ്മുടെ പ്ലസ് ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ log into Unacademy to hear such things. Okay,
സോ അതാണ് ബേസിക്കലി ആ തിയറിയിൽ പറയുന്നത്. സോ അവിടെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, കോൺട്രൽ ഡ്രിഫ്റ്റ് തിയറി ഈസ് റൈറ്റ് ഇൻ പ്രിൻസിപ്പിൾ ബട്ട് റോങ് ഇൻ മെക്കാനിസം നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ കോൺട്രൽ ഡ്രിഫ്റ്റ് തിയറിയെ പറ്റിയും എർത്തിന് ഇന്റീരിയറെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ബേസിക്കലി കോൺട്രൽ ഡ്രിഫ്റ്റ് തിയറി അല്ല, പ്ലേറ്റ് ടെക്ടോണിക് തിയറി പോലുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം സീ ഫോസ്ഫേറ്റ് തിയറി ഉണ്ടായിരുന്നു. ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഓൺ Unacademy. And our KS plus class is going on. You can join for the plus courses and you can use the code Rajkumar Sir Live, RAJKUMAR SIR, Rajkumar Sir Live LIVE, to get 10% discount. Okay, so that's it. We will wind up the class. Thank you everyone. Thank you. Bye bye. Have a good day.